بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله عليه وعلى آله وصحابه وأزواجه وذرياته وعلى مشايخنا وأساتذتنا ومصنفي كتبنا وعلينا وعلى ذوينا وأحبابنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا، رب تمم بالخير والسعادة، والله ولي التوفيق ومنه التحقيق وبه التصديق، إنما الأعمال بالنيات والعاقبة للمتقين. ഇനി അഫുള്ളതാ പറയുന്നത് വയുഴുദറു ഫി യസീരിൽ കലാമി ഇൻ സബഖ ലിസാനുഹു ഔ നസിയ സ്വലാത്ത ഔ ജഹില തഹരീമഹു. ഇൻ ഖറബ അഹ്ദുഹു ബിൽ ഇസ്ലാമി ലാ കസീരിഹി ഫിൽ അസഹി. وفي التنحنح ونحوه للغلبة وتعذر القراءة للجهر في الأصح എന്നിങ്ങനെ. അപ്പോൾ യസീറുൽ കലാം, അതായത് ഇപ്പം നമ്മൾ 2 ഹർഫ് അല്ലെ 1 ഹർഫ് ഉച്ചരിച്ച നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞല്ലോ. അപ്പം അവിടെ കുറഞ്ഞ കലാമം കൊണ്ട് നിസ്കാരം ബാത്തിലാകാത്തത് പറയാം സബുഖുൽ ലിസാൻ ആയാൽ. അതായത് ഇപ്പം ഫാത്തിഹ ഓതാൻ വിചാരിച്ചതാണ്, പക്ഷെ വേറെന്തോ ആയിപ്പോയി ഉച്ചരിച്ചത്. അങ്ങനെ ഉദ്ദേശമില്ലാതെ നാവിൽ ജാരിയാകുന്നതാണല്ലോ സബുഖുൽ ലിസാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിസ്കാരം മറന്നുപോയി, ഞാൻ നിസ്കാരത്തിലാണ് എന്ന് ഓർക്കാതെ എന്ത് ചെയ്തു സംസാരിച്ചു. അല്ലെങ്കിൽ ഇത് ഹറാമാണ് എന്നുള്ളത് അറിയില്ല, പക്ഷെ തഹരീമ അറിയാതിരിക്കുമ്പോ എന്ത് വേണം? ഖറുബഅഹ്ദുഹു ബിൽ ഇസ്ലാമി, ഇവന് ദീനുമായിട്ടുള്ള പരിചയം അടുത്തതാണെങ്കിൽ, അപ്പോ എന്താണ് നവമുസ്ലിമാണ് എന്നർത്ഥം. അപ്പൊ അവന് ലാ കസീരിഹി ബിൽ അസഹി എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞതിലൊക്കെ യസീറുൽ കലാം അഹുണ്ട്, ഉദുറുണ്ട്, നിസ്കാരം ബാത്തിലാവൂല. കസീറുൽ കലാമിന് എന്താണ് ഉദുറില്ല എന്നും പറഞ്ഞു. വഫി തനഹുനിഹി വനഹ്വിഹി ലിൽ ഗലബത്തി എന്ന പോലെ തനഹനുഹിലും അതുപോലത്തേലും, അതുപോലത്തെ അതിന് മുമ്പ് അതിന്റെ കൂടെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിലും എന്താണ് ഗലബത്തിന് വേണ്ടി ഉദുറുണ്ട്, അത് ഗാലിബായി പോയി. അങ്ങനെ ഗാലിബായി വന്നാല്, അല്ലെങ്കിൽ എന്താണ് തഅസ്സുറുൽ ഖിറാഅത്ത്, ഓതാൻ പറ്റാതെ ആയിപ്പോയി, അപ്പൊ തൊണ്ട അനക്കേണ്ടി വന്നു, എന്നാലും ഉദുറുണ്ട്. ജഹറിന് വേണ്ടി ഉദുറുണ്ടോ? അതായത് ഉറക്കം ഓതാൻ പറ്റുന്നില്ല, അപ്പൊ അതൊക്കെ ഓതാം. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? തൊണ്ട അനക്കിപ്പോയി, അതിന് 2 അക്ഷരോ മറ്റോ ലാഹിറായിപ്പോയി, എന്നാൽ അതിന് ഉദുറുമില്ല എന്നും പറഞ്ഞു. തനഹനുഹിന്റെ കൂടെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ലഹ്ക്ക്, ബുക്കാ, അനീന്, നഫ്ഖ് അതെല്ലാം പറഞ്ഞല്ലോ, അതാണ്. ഇനി വയുദറു ഫി യസീരിൽ കലാം ഉറുഫൻ. യസീർ എന്ന് പറഞ്ഞത് ഉറുഫില്, കലാം കൊണ്ട് എന്താ മുറാദ് എന്ന് ശേഷം പറയുന്നുണ്ട്. അപ്പൊ കുറഞ്ഞ കൂടുതൽ എന്ന് പറഞ്ഞത് ഏതുപോലെ കെലിമത്തൈനി വസ്സലാസി, 2-3 കെലിമത്തൊക്കെ പോലെ എന്ന് പറഞ്ഞു. 2-3 എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹാഷിയയിൽ 6 കെലിമത്ത് വരെ പറയുന്നുണ്ട്. വയൽഹറു ലബുത്തുൽ കെലിമത്തി, കെലിമത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഹുന, ഇവിടെ കെലിമത്ത് കൊണ്ട് ഉദ്ദേശം ബിൽ ഉറുഫി, അത് ഉറുഫ് കൊണ്ട് തന്നെ ലബുത്താക്കലാണ് ലാഹിർ എന്ന് പറഞ്ഞാൽ നുഹാത്തിന്റെ അടുക്കലും ലുഗത്തിന്റെ അടുക്കലും ഉള്ള കലാമല്ല എന്നർത്ഥം, കെലിമത്തല്ല എന്നർത്ഥം. അവരുടെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ഒരു മാനക്ക് വധവ് ചെയ്തതായിരിക്കണമല്ലോ, മുഫീദായിരിക്കണ്ടേ, അതില്ല എന്നർത്ഥം. ബിദലീലി താബീരിഹിം സമ്മ ബിഹർഫിൻ വഹുന ബി കലിമത്തിൻ.
അത് ഇതാണ് ലാഹിർ. കെലിമത്ത് എന്നതാണ് ലാഹിർ എന്ന് പറയാൻ കാരണം എന്താ? അല്ല, കെലിമത്തിന് ഉറുഫ് കൊണ്ട് കൈതാക്കലാണെന്ന്. അത് നേരത്തെ നിസ്കാരം ബാത്തിലാകുന്നിടത്ത് പറഞ്ഞപ്പോ 2 ഹർഫ് ഉച്ചരിക്കുക, 1 ഹർഫ് ഉച്ചരിക്കുക. അവിടെ ഹർഫ് എന്നാണ് ആ ഇബാറത്തിട്ടത്. ഇവിടെ കെലിമത്ത് എന്നാണ് ഇബാറത്തിട്ടത്. വയുദറുഫി യസീരിൽ കലാമി ഇൻ സബഖ ലിസാനുഹു. അപ്പൊ കലാം എന്ന് പറഞ്ഞത് കെലിമത്തിന്റെ ജമ്മാണല്ലോ അല്ലെ. പിന്നെ അതുകൊണ്ടാണ് എന്ത് കെലിമത്ത് കൊണ്ട് ഇബാറത്തിട്ടു എന്ന് പറഞ്ഞ്. പിന്നെ അപ്പോ എന്താണ് ഇവിടെ കെലിമത്ത് എന്ന് പറഞ്ഞു, അവിടെ കലാമ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ലാറാകുന്ന സ്ഥലത്തെ ഹർഫ് എന്ന് പറഞ്ഞു, അതാ സമ്മ എന്ന് പറഞ്ഞു. ലാറാകാത്ത സ്ഥലത്ത് കെലിമത്ത് എന്നും പറഞ്ഞു. അപ്പൊ കെലിമത്തിനെ എന്താക്കണം? ഉറുഫിലെ കെലിമത്ത് നോക്കണം. എന്തല്ല വലാ തുലുബത്തു ബിൽ കെലിമത്ത് ഇന്ദൻ നൊഹാത്തി വല ഇന്ദൽ ലോവി. ലോകത്തിന്റെ അഹലുകാരെടുക്കലും നൊഹാത്തിന്റെ അഹലുകാരെടുക്കലുള്ള കെലിമത്തല്ല. പിന്നെ നൊഹാത്തിന്റെ അഹലുകാരുടെ അടുക്കലുള്ള കെലിമത്ത് എന്ന് പറഞ്ഞാല് മാനം മുഫ്രദിന് വലവ് ചെയ്തതിനെ കുറിച്ചാണല്ലോ പറയാ. ഇസ്മും ഫീലും ഹർഫായിട്ട് അങ്ങനെ വരുമല്ലോ. പിന്നെ ലോകത്തിന്റെ അടുക്കലും അവരുടെ അടുക്കലും എന്താ ഇസ്മു ഫീലും ഹർഫോ ആയതിനാണ് എന്ത് ചെയ്യുക കെലിമത്ത് എന്ന് പറയാ. എന്നാല് അതല്ലാത്തത് എന്ന് പറഞ്ഞാൽ മുഹമ്മലായ 2 ഹർഫ് കൂടിയതിന് എന്ത് കെലിമത്ത് എന്ന് പറയും ഉറുഫില്. അതാണ് യദ്ഖുലു. ഈ പറഞ്ഞ അനുസരിച്ച് യദ്ഖുലുൽ ലഫ്ലുൽ മുഹ്മലു ഇദാ തറക്കബ മിൻ ഹർഫൈനി ഔ കാന മജ്മൂഉഹുമാ ജുസ്അ കലിമത്തിൻ എന്ന് അലി ഇബ്രാഹിം അൽ-ലിസി പറഞ്ഞ് ഷർവാൻ നഖൽ ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു കെലിമത്തിന്റെ ജുസ് ആണ്, അതായത് നുഹാത്തിന്റെ അടുക്കലുള്ള ഒരു കെലിമത്തിന്റെ ജുസ് ആയ 2 അക്ഷരം. അല്ലെങ്കിൽ എന്താണ് ഈ 2 അക്ഷരം എന്താണ് മുഹമ്മലാണ്, ഒരു മാനക്ക് വലവ് ചെയ്തതല്ല. പിന്നെ അപ്പൊ സെയ്ദ് എന്ന് പറയുന്ന ഇസ്മിൽ അസൈ എന്ന് ഉച്ചരിച്ചാൽ എന്തായിപ്പോയി? അത് കെലിമത്തായി. അതിന് അതിപ്പോ ഒരു കെലിമത്താണ്. അങ്ങനത്തെ എന്താണ് 3, 4, 5 ഒക്കെ ആണെങ്കിൽ പിന്നെ ലററില്ല എന്താ പറഞ്ഞ യസീറുൽ കലാമിലേക്ക് ഇവന്റെ ലിസാന് സാബിഖായാൽ ഏതുപോലെ കന്നാസി മറന്നവനെ പോലെ. മറന്നവനെ പോലെ എന്ന് പറഞ്ഞാൽ അവന്റെ മേൽ ഖിയാസാക്കിയിട്ടാണ് സബുഖുൽ ലിസാൻ പറഞ്ഞത്. കാരണം എന്താ? അപ്പൊ നാസി നിസിയാന് കൊണ്ട് സംസാരം ഉണ്ടായാല് പിന്നെ ലററല്ല എന്നുള്ളത് നസ്സിൽ വന്നതാണല്ലോ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മറന്ന് സലാം വിട്ടിപ്പോയല്ലോ, എന്നിട്ട് പിന്നെ സംസാരിച്ചു അല്ലെ. ഇത് ദുല്യദൈനിന്റെ ഹദീസിലുണ്ടല്ലോ, സംസാരം കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്തു? ബാക്കി നിസ്കരിക്കുക ചെയ്തേ. അപ്പൊ ഇത് നിസ്കാരത്തെ ബാത്തിലാക്കിയില്ല അതർത്ഥം. അതുകൊണ്ടാണ് കന്നാസി എന്ന് പറഞ്ഞ നാസിന്റെ മേൽ ഖിയാസായിട്ട് ഇത്. എന്നിട്ട് പിന്നെ അവൻ നസിയ സലാത്താന്ന് പറയുന്നുണ്ട്. അപ്പൊ നസിയ സലാത്ത എന്ന് പറഞ്ഞത് നസ് അനുസരിച്ച് സ്ഥിരപ്പെട്ടതാണ്. സബഖ ലിസാനുഹു എന്ന് പറഞ്ഞത് നസ് അനുസരിച്ചല്ല, ഈ പറഞ്ഞ അനുസരിച്ച. പിന്നെ എന്ത് ഖിയാസാണ്. ബൽ ഔല, നാസിയേക്കാൾ ഔലയാണ് ഇത്. ലാ ഖസ്ദ. കാരണം എന്താ? നിസിയാന്റെ അവിടെ സംസാര കസ്ദോടുകൂടെയാണല്ലോ ഉണ്ടാകുന്നത്. നിസ്കരിക്കുന്നു എന്ന് മറന്നുപോയെന്നേ ഉള്ളു. സംസാരം ഇവന്റെ കസ്ദോടുകൂടെയാണ്, ഉദ്ദേശത്തോടുകൂടെ വരുന്നത്. സബഖുൽ ലിസാനോ അത് കസ്ദില്ലാതെ വന്നു പോകുന്നതാണ്. അപ്പൊ കസ്ദില്ലാതെ വന്നു പോകുന്നതിന് കസ്ദോടുകൂടെ ഉള്ളതിന് തന്നെ ഉദറുണ്ടെങ്കിൽ ഇതിന് ഏതായാലും ഉദറുണ്ടാകണല്ലോ. ഔ നസിയ സലാത്ത്, അല്ലെ നിസ്കാരത്തെ മറന്നുപോയി എന്ന് പറഞ്ഞാൽ ഐ അന്നഹു ഫീഹ, ഇവൻ നിസ്കാരത്തിലാണ് എന്നുള്ളത് മറന്നുപോയി എന്നാ. അപ്പൊ ഞാൻ നിസ്കരിക്കുകയാണെന്നുള്ള മറന്നുപോയി. പിന്നെ കഅൻ സല്ലമ ഫീഹ, ഏതുപോലെ അതിന്ന് സലാം കിട്ടും പോലെ. പിന്നെ നിസ്കാരത്തിന് സലാം കിട്ടും പോലെ. സലാം കിട്ടും പോലെ എന്ന് പറഞ്ഞാൽ മറന്ന് സലാം കിട്ടും പോലെ. സുമ്മ തക്കല്ലമ ഖലീലൻ സല്ലമ മിൻഹ എന്നല്ല, കാരണം സല്ലമ ഫീഹ എന്ന് പറയാൻ കാരണം നിസ്കാരത്തിന്റെ ഇടയിൽ വെച്ച് സലാം കിട്ടിയെന്ന് അതിന്റെ അർത്ഥം. അതായത് നിസ്കാരം തീർന്നെന്ന് വിചാരിച്ച് സലാം കിട്ടി, തെറ്റിപ്പോയി. സുമ്മ തക്കല്ലമ ഖലീലൻ, പിന്നെന്ത് ചെയ്തു? അല്പം സംസാരിച്ചു. അതുപോലെയാണ് നിസ്കാരത്തിലാണ് എന്നുള്ളത് മറന്നു പോകുന്നതും. പിന്നെ ഖലീലൻ മുഅ്തഖിദൻ കമാലഹ, കണ്ടോ? സംസാരിച്ചത് നിസ്കാരം പൂർത്തിയായി എന്ന് വിചാരിച്ചിട്ടാ. ഇതിന്റെ മേൽ ഖിയാസായിട്ടാണ് മറ്റ് നിസിയാനുള്ളത്. പിന്നെ അവൻ നസിയ സലാത്ത എന്ന് പറഞ്ഞത്
ഇത് നിസിയാൻ ഉദാഹരണമാക്കുക, അത് ഖിയാസാക്കണ്ട. കാരണം എന്താ, നേരത്തെ കന്നാസി എന്ന് പറഞ്ഞ മക്കീസ അലൈഹി ആക്കിയല്ലോ. അപ്പൊ നിസിയാനുസ്വലാത്താണ് എന്ത് ഇതിന്ന്. അപ്പൊ കാൻസല്ലമ ഫിഹ എന്ന് പറഞ്ഞ മിസാലാക്കുക, ഖിയാസല്ല. അത് നിസിയാനൊരു ഉദാഹരണം. പിന്നെ ഇപ്പൊ നിസ്കാരം മറന്നുപോയല്ലോ, അതായത് ഇവൻ നിസ്കാരത്തിലല്ല എന്നുള്ള ധാരണയിലല്ലേ. ലി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തക്കല്ലമ, കാരണം ഇതിന് തെളിവ് ഏത്, ഔനസിയസ്സലാത്ത് അതുകൊണ്ട് ഉസ്റുണ്ട് എന്നതിന് തെളിവ് ലി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തക്കല്ലമ ഫി ഖിസ്സത്തി ദുല്യദൈൻ, ദുല്യദൈന്റെ ഖിസ്സയില്. അതായത് 2 റക്അത്ത് നിസ്കരിച്ച് നിസ്കാരം വിട്ടിയപ്പോ മഹാൻ ചോദിച്ചല്ലോ, ആ ഖുസിറത്തുസ്സലാത്തു അം നസീത യാ റസൂലല്ലാഹി, നിസ്കാരം ചുരുങ്ങിയതാണോ 2 റക്അത്തായി കുറച്ചതാണോ, അതല്ല എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മറന്നുപോയതാണോ? അപ്പൊ ലമ്യക്കുൻ ഗുല്ലു ദാലിക്കാന്ന് മറുപടി പറഞ്ഞു, രണ്ടും ഉണ്ടായിട്ടില്ല. പിന്നെ അപ്പൊ മുഅ്തഖിദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ഇഅ്തിഖാദ് ചെയ്തുകൊണ്ട് സംസാരിച്ചു, അന്നഹു ലൈസ ഫീ സലാത്തിൻ, നിസ്കാരത്തിൽ അല്ല എന്ന് ഇഅ്തിഖാദ് ചെയ്തുകൊണ്ട്, സുമ്മ ബന അലൈഹ, പിന്നെ ആ നിസ്കാരത്തിന്റെ മേലെടുത്തു എന്നാ. പിന്നെ എടുത്തു എന്ന് പറഞ്ഞാല് ഇസ്തീന ആദ്യം പോലെ സ്കരിച്ചില്ല, വാക്യം സ്കരിച്ചത്. അപ്പൊ ഇത് മുഖത്തിലാണെങ്കിൽ വാക്യം സ്കരിച്ചാൽ മതിയാവില്ലല്ലോ എന്നാ. പിന്നെ ഖറജ ബിസ്സലാത്തി നിസിയാനു തഹരീമിഹി ഫീഹ, നിസ്കാരത്തെ മറന്നുന്നാ. നിസ്കാരത്തില് സംസാരം ഹറാമാണെന്ന് ഇവന് ആദ്യം അറിയായിരുന്നു, അത് പിന്നെ മറന്നുപോയാലോ, ആ മസല മറന്നുപോയതാ, അത് ഖാരിജായി. ഫലാ യുദറു ബിഹി, ആ നിസിയാൻ കൊണ്ട് എഴുതറില്ല. പിന്നെ ഔ ജഹില തഹരീമഹു, അപ്പൊ അങ്ങനെ മറതിയൊക്കെ സംഭവിക്കുക. ഈ മറതി സംഭവിക്കുന്ന രോഗം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രോക്ക് രോഗം ഉണ്ടാകുന്നവർക്ക് എന്താണ്, സദുമത്തുൻ ദിമാഗിയ ഉണ്ടാകുന്നവർക്ക് പിന്നെ മറന്നുപോലെ, എല്ലാ കാര്യവും മറന്നുപോകും. പിന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓർമ്മയായി വരികയുള്ളൂ. അപ്പോ ഒരാൾ നിസ്കരിക്കാണ്, നിസ്കാരത്തിൽ സംസാരിച്ചു പോയി, കുറഞ്ഞതേ സംസാരിച്ചിട്ടുള്ളൂ. അത് നിസ്കാരമാണെന്ന് പറഞ്ഞിട്ടല്ല, സംസാരിക്കല് ഹറാമാന്നല്ല, മറന്നുപോയിട്ട് അയാളെ സംസാരിച്ച എന്നാൽ നിസ്കാരം ബാത്തിലാണ്, അവിടെ എഴുതറില്ല. ഔ ജഹില തഹരീമഹു ഐ മാ അത്താ ബിഹി ഫീഹ വഇൻ അലിമ തഹരീമ ജിൻസിഹി, അല്ലെങ്കിൽ ആ കലാമ ഹറാമാണ് എന്നതിനെ കുറിച്ച് അറിയില്ലാതെ, അതായത് തഹരീമഹു എന്ന് പറഞ്ഞ കലാമ മൊത്തത്തിൽ ഹറാമാണെന്ന് അറിയാത്തതാണോ, അതല്ല ഇവൻ എന്താണ് സംസാരിച്ച ആ യസീറായ കലാമില്ലേ, യസീറായ ആ കലാം തന്നെ, അതെ അത് യസീറായതും ഹറാം തന്നെയാണല്ലോ. നിസ്കാരത്തില് എന്താണ് കലാമൊന്നും പാടില്ല. അപ്പൊ ഇവൻ കൊണ്ടുവന്നത് അതാണ്, ആ യസീർ ഹറാമാന്നുള്ള അറിയില്ല. ഐ മാ അത്താബിഹി ഫീഹ, മാ ഒരു കലാമ അത്ത അവൻ കൊണ്ടുവന്നു, ബിഹി അതിനെ കൊണ്ടുവന്നു, ഫിയ നിസ്കാരത്തിൽ, ഇത് ഹറാമാന്നുള്ളത് അറിയില്ലായിരുന്നു, ജാഹിലായി. വൈനാലിമ തഹരീമ ജിൻസിഹി ഉണ്ടോ, ജിൻസുൽ കലാമ ഹറാമാന്നറിയാം, മൊത്തത്തിൽ നിസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് അറിയാം. പക്ഷെ ഇവൻ കൊണ്ടുവന്നത് ആ ഖുസൂസാണ് പരിഗണിക്കുക. പിന്നെ അപ്പൊ ജിൻസ് അറിയട്ടെ അറിയാതിരിക്കട്ടെ എന്നാ, ജിൻസ് ഹറാമാണെന്നുള്ള അറിയട്ടെ അറിയാതിരിക്കട്ടെ, ഏതായാലും വാവ് എന്ത് സായിദിന് ഉപാലകയായിട്ടാവുമ്പോ അങ്ങനല്ലേ അർത്ഥം വരിക. പിന്നെ ഖൗലു അസ്ലിർ റൗള, ഇവിടെ ഈ ഔജഹില തഹരീമഹു എന്നുള്ളതിനാണ് ശേഷം വരുന്ന ഖൈദ്, എന്ത് ഇൻ ഖർബ അഹ്ദുഹു ബിൽ ഇസ്ലാമി. അപ്പൊ ഇവിടെ ഇനി റൗള അസ്ലിർ റൗളന്റെ ഖൗല് ലൗ അലിമ അന്ന ജിൻസൽ കലാമി, പിന്നെ അസ്ലുർ റൗള എന്നതുകൊണ്ട് ഉദ്ദേശം ഷറഹുൽ കബീറാണ്. അസ്ലുർ റൗള എന്ന് പറഞ്ഞതിന് 2-3 ഇത്ലാഖുണ്ട് എന്ന് ഉണ്ട്. അത് പിന്നെ ഷെയ്ഖുന കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഉസ്താദ് റിസാലത്തു തൻബീഹിൽ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ റൗളയെ കുറിച്ച് തന്നെ അസ്ലുർ റൗള എന്ന് പറയും, ചിലപ്പോ ഷറഹുൽ കബീറിനെ കുറിച്ച് പറയും, ചിലപ്പോ എന്താണ് ആ ഷറഹുൽ കബീറിൽ കുറച്ച് കളഞ്ഞിട്ടും കൂട്ടിയിട്ടും ഒക്കെ ആണല്ലോ റൗളയാക്കിയത്. അപ്പൊ പിന്നെ റൗളയിൽ കൊണ്ടുവന്ന ഭാഗത്തിലുള്ളതിനെ കുറിച്ച് പറയും, റൗളയിലുള്ള അസ്ല്. ആ റൗളയിലുള്ള അസ്ല് എന്ന് പറയുമ്പോ അത് ഷറഹുൽ കബീറിലും ഉണ്ടാവും. ഇത് ഷറഹുൽ കബീറാ, അസ്ലുർ റൗളയുടെ വാക്ക്. ലൗ അലിമ അന്ന ജിൻസൽ കലാമി മുഹറമുൻ വലം യഅലം അന്ന മാ അതാ ബിഹി മുഹറമുൻ ഫഹുവ മഅ്ദൂറുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ജിൻസുൽ കലാം ഹറാമാണെന്നറിയാം, പക്ഷെ ഇവൻ കൊണ്ടുവന്ന ഒന്ന് ഹറാമാണ് എന്നറിയില്ല. അപ്പൊ ഫഹുവ മഅ്ദൂറുൻ, എങ്കിൽ മഅ്ദൂറാണെന്ന് പറഞ്ഞു. അപ്പൊ ജിൻസുൽ കലാം ഹറാമാണെന്ന് അറിയട്ടെ അറിയാതിരിക്കട്ടെ എന്നുള്ള നേരത്തെ പറഞ്ഞു, അതിനെതിരാണ് ഈ പറയുന്നത്. അപ്പൊ ഇതിനെന്താക്കണം? അതാ ബഅദ ദിക്രിഹി തഫ്സീല. ഈ അസ്ലുർ റൗലയിൽ ഇത് പറഞ്ഞത് എന്താണ്? പറഞ്ഞതിന് ശേഷം, തഫ്സീല് പറഞ്ഞതിന് ശേഷം. ആരുടെ അടുക്ക എവിടെയുള്ള തഫ്സീല്? ബൈനൽ മഅ്ദൂരി വഗൈരിഹി, മഅ്ദൂറിന്റെയും മഅ്ദൂറല്ലാത്ത ആളുടെയും ഇടയിലുള്ള തഫ്സീല് പറഞ്ഞതിന് ശേഷമാണ്. മഅ്ദൂറും മഅ്ദൂറല്ലാത്ത ആളും ഏത് വിഷയത്തിൽ? ഫിൽ ജഹ്ലി ബി തഹ്രീമിൽ കലാമി, കലാമ് ഹറാമാണ് എന്നതിനെ കുറിച്ച് ജാഹിലാകുന്നതിൽ മഅ്ദൂറായ ആളും മഅ്ദൂർ അല്ലാത്ത ആളും ഇവർ രണ്ടാളുടെയും തഫ്സീല് പറഞ്ഞതിന് ശേഷമാണ്. ആ തഫ്സീൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇവിടെ ശേഷം മത്തിൽ വരുന്നതാണ്. ഇബ്നു ഖാസിം അങ്ങനെ പറയുന്നത്, ഇസ്ലാം ഖരീബാകുക അല്ലെങ്കിൽ ഉലമായിനെ തൊട്ട് ദൂരത്താകുക എന്ന തഫ്സീൽ പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. യക്തലി, ആ കൗല് തേടുന്നുണ്ട്, യക്തലി ആ കൗല് തേടുന്നുണ്ട്. അന്നല്ലവ്വല മഅ്ദൂറുൻ മുത്ലഖൻ, ആദ്യത്തത് മുത്ലഖ് മഅ്ദൂറാണ്. ആദ്യത്തത് എന്ന് പറഞ്ഞാല് ജിൻസുൽ കലാം എന്ത് ഹറാമാണ് എന്ന് അറിയുന്ന ആള്, അയാളുടെ എന്താണ് ആഹിദ് ഖരീബാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി എന്നാണ് മുത്തലക്കൻ എന്നതിന് ഗർദി അർത്ഥം പറഞ്ഞത്. അപ്പോ ഈ ജിൻസുൽ കലാം ഹറാമാണ് പിന്നെ എന്നറിയുന്ന ആള് ഇത് ഇസ്ലാം ഖരീബാണെങ്കിലും അല്ലെങ്കിലും അയക്കൊഴുതറുണ്ട് എന്നാണ് വരുന്നത്. വഹുവ മാവക്കാ ഫി ബഅദി നുസഖ് ശറഹി റൗളി, ഇത് റൗളയിൽ പറഞ്ഞതാണല്ലോ, അതിനെ ഇഖ്തിസാർ ചെയ്തിട്ട് സക്കരിയൽ അൻസാരി റഹ്മത്തുള്ളാഹി റൗളാക്കിയല്ലോ, റൗളു താലിബ്. അതിന്റെ ഷറഹിൽ മഹാന്റെ തന്നെയാണ് എന്താണ് ഷറഹും. ആ ഷറഹുർ റൗളില് എന്താണ് അസ്നൽ മത്താലിബാണല്ലോ അത്. അപ്പോ പിന്നെ ഷറഹുർ റൗലിന്റെ ചില നുസ്ഖയില് ഇത് വന്നിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ വാക്കിയായിട്ടുണ്ട്. ലാക്കിന്നഹു, പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയൽ അൻസാരി റഹിമഹുല്ലാഹ് ഫി ബഅലിഹ വ ശറഹിൽ മൻഹജി, മിൻഹാജിനെ ഇഖ്തിസാർ ചെയ്തിട്ട് മൻഹജാക്കിയിട്ട് അതിന് ഷറഹ് എഴുതിയല്ലോ, ഷറഹുൽ മൻഹജ്. ആ ഷറഹും എന്താണ് സക്കരിയൽ അൻസാരി റഹിമഹുല്ലാന്റെ, അതിലും എന്ന പോലെ റൗലിന്റെ ഷറഹുർ റൗലിന്റെ ചില നുസ്ഖയിലും എന്താക്കി മുസർരിഹുൻ, അവര് സരീഹാക്കിയിട്ടുണ്ട് ബി ഇജ്റാഇ തഫ്സീൽ ഫീഹി ഐലൻ, ആ ഒന്നാമത്തതിലും ഈ തഫ്സീൽ വരും. ഐലൻ എന്താണ്? ആ ഒന്നാമത്തേൽ അല്ലാത്തതിൽ തഫ്സീലുള്ള പോലെ ജിൻസുൽ കലാം ഹറാമാണ് എന്ന് അറിയാത്ത ആളില് തഫ്സീലുള്ള പോലെ തന്നെ അറിയുന്ന ആളിലും തഫ്സീലുണ്ട്. പിന്നെ ശറഹുൽ മൻഹജ് എന്ന് പറയുന്നതാണല്ലോ ഫത്ഹുൽ വഹാബ്. പിന്നെ അപ്പോ വല്ലതി യദ്ഹറു, അപ്പൊ അങ്ങനെ സ്വരീഹാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വല്ലതി യദ്ഹറു അൽ ജമ്മു, അപ്പൊ ഇതിനെന്താക്കണം? ലാഹിർ. അപ്പൊ താറത് വന്നല്ലോ അല്ലെ, അതിന് അൽ ജമ്മു ബി ഹംലിൽ അവ്വലി, ആദ്യത്തേനെ ഹംലി ചെയ്യുക. ആദ്യത്തേനെ എന്തിന്റെ മേൽ ഹംലി ചെയ്യുക? ആദ്യത്തേത് എന്ന് പറഞ്ഞാല് ആ ഷറഹുർ റൗലന്റെ ചില നുസ്ഖയിലുള്ളത്, ചില നുസ്ഖയിലുള്ള ആദ്യം പറഞ്ഞ, അതായത് ജിൻസുൽ കലാം ഹറാമാണ് എന്നുള്ളത് അറിയാത്ത ആളിന് മുത്തലക്കൻ ഉദറുണ്ട് എന്ന ആ പിന്നെ പറഞ്ഞതിനെ ഹംലി അലാ അൻ യകൂന മാ അത്താ ബിഹി മിമ്മാ യജ്ഹലുഹു അക്സറുൽ അവാമി ഫയുദറു മുത്തലക്കൻ. അലാ അൻ യകൂന എന്തിന്റെ മേൽ ഹംലി മാ അത്താ ബിഹി, ഇവൻ കൊണ്ടുവന്ന ഒരു കലാമാകുക, മിമ്മാ യജ്ഹലുഹു അക്സറുൽ അവാം, അത് ഹറാമാണ് എന്നുള്ളത് അക്സറുൽ അവാമും അവാമുന്നാസിലെ അക്സറും ജാഹിലാകുന്ന കാര്യമാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ഫയുദർ മുത്തലക്കൻ, അപ്പൊ ഇവന് ഉദറുണ്ട് ആ മുത്തലക്കൻ. അപ്പൊ അക്സറുൽ അവാമി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിൽ നിന്ന് പൊതുവെ എല്ലാവർക്കും അറിയുന്നത് നവമുസ്ലിങ്ങൾ എന്നല്ല, അല്ലാത്തവർ. എന്നാൽ ഇവനും എന്താണ്? ഖരീബുൽ അഹദാണെങ്കിലും അല്ലെങ്കിലും ഉദറുണ്ട്.
കമാ യുഖദു മിമ്മാ യതി ഫി മസ്അലത്തി തനഹുനുഹി അൽ മുസർരിഹി ബിഹാ ഫി റൗളത്തി വഗൈരിഹ. അപ്പൊ അതിന്റെ മേൽ ഹംല് ചെയ്യാൻ കാരണം എന്താ? കമാ യുഖദു, ഈ മഹ്മൂല അലൈഹി പിടിക്കപ്പെടും പോലെ, മിമ്മാ യതി, പിന്നെ ഇതിന്റെ മേൽ ഹംല് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഹംല് പിടിക്കപ്പെടാം. എന്തിന്ന്? ആ ഹംലിനൊരു തെളിവ് പറഞ്ഞതാ, മിമ്മാ യതി, ശേഷം വരുന്ന ഒന്നിൽ നിന്ന്. പിന്നെ അതായത് ശേഷം വരുന്നുണ്ട്. തനഹുനുഹ് ബാത്തിലാക്കും എന്നതിനെ കുറിച്ച് ജാഹിലായാൽ അത് ഉദ്റാണ് ഫി ഹഖിൽ അവാമി എന്ന് ശേഷം വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് അതാ ഫി മസ്അലത്തി തനഹുനുഹ്, തനഹുനുഹിന്റെ മസ്അലയിൽ ശേഷം വരുന്ന ഒന്ന്, ആ ഒന്ന് അൽ മുസർരിഹി, ആ ഒന്ന് സരീഹാക്കുന്നതാണ് ബിഹാ. എന്തുകൊണ്ട് സരീഹാക്കുന്നുണ്ട്? അൽ മുസറഹി ബിഹ, ആ മസ്സല സരീഹാക്കപ്പെട്ടിട്ടുണ്ട്. മസ്സലക്ക് സിഫത്ത് അൽ മുസറഹി ബിഹ, ആ മസ്സല സരീഹാക്കപ്പെട്ടിട്ടുണ്ട് അവിടെ റൗളയിലും വൈറിലും. അപ്പൊ അതിന്ന് പിടിച്ചിട്ടാണ് എന്താക്കിയത്? ഇതിന്റെ മേൽ ഹംല് ചെയ്യുന്നത്. അത് അസ്ൽ റൗളയിലുള്ളതാണല്ലോ. വസ്സാനി, രണ്ടാമത്തതിനെ ഹംല് ചെയ്യൽ കൊണ്ടും എന്താണ്? അൽ ജമ്മു ബി ഹംലിൽ അവ്വലി, അതിന്റെ മേലെ അത്ഫാണ് വസ്സാനി. രണ്ടാമത്തതിനെ ഹംല് ചെയ്യൽ കൊണ്ടും ജമ്മിയൽ വേണം. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ എന്താ? ആ തഫ്സീലുള്ളത് ശറഹുൽ മൻഹജിലും പിന്നെ എന്ന പോലെ ബഅദുൻ നുസ്ഖയിലും ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ചില നുസ്ഖയിലും എന്ന പോലെ ശറഹുൽ മൻഹജിലും ഫത്ഹുൽ വഹാബില് അതില് തഫ്സീൽ ഉണ്ട് എന്നല്ലേ വരുന്നത്. അപ്പൊ അതിനെ ഹംല് ചെയ്യണം. എന്തിന്റെ മേലെ? അലാ യകൂന മിമ്മാ യഅരിഫുഹു അക്സറുഹും, ഇവൻ കൊണ്ടുവരുന്ന ഒന്ന് അക്സറുൽ അവാമിനും അത് ജാഹിലാണ് എന്ന് അറിയുന്ന ഒരു കലാമാണെങ്കിൽ എന്നാ ഫലാ യുഅ്ദറു ബിഹി, അപ്പൊ ഉദ്റില്ല, അവന് ഉദ്റില്ല. ഇല്ല ഇൻ ഖറബ അഹ്ദുഹു ബിൽ ഇസ്ലാമി എന്നാ. അപ്പൊ ഈ അക്സറുൽ അവാം അറിയുന്നത് അറിയാത്തത് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക അല്ലെ? ആ ഒരു ഉദാഹരണം പറഞ്ഞാല്, പിന്നെ ഇപ്പോ നിസ്കാരത്തിലൊക്കെ സുജൂദില് ദ്വാരക്ക, ദുആ മലയാളത്തിലായാലും പാടില്ല എന്ന് അക്സറുൽ അവാമിനും അറിയില്ല. സുജൂദില് ദ്വാരക്ക എന്ന് പറഞ്ഞാല് അധികം ആൾക്കാർ എന്ത് ചെയ്യും? സുജൂദില് മലയാളത്തിൽ ദ്വാരക്കും. അപ്പൊ അത് അക്സറുൽ അവാമിന് അറിയാത്തതാ. അപ്പൊ അത് എന്താണ്? അക്സറുൽ അവാമിന് അറിയാത്തതെന്ന് ഞാനൊരു ഉദാഹരണമായിട്ട് പറയാണ്. മനസ്സിലായില്ലേ? പിന്നെ അല്ലാതെ ഞാൻ നേരെ കണ്ടതല്ല. പിന്നെ പക്ഷെ പൊതുവെ ജനങ്ങൾ അങ്ങനെ ചെയ്യല്. സുജൂദിൽ നിന്ന് എന്താണ് ദ്വാരക്കാന്ന് മൂലന്മാര് പ്രസംഗിച്ചിട്ടേ മലയാളത്തിലും ചിലപ്പോൾ ദ്വാരുന്ന ആളെ അവർക്കത് അറിയാത്ത, മലയാള നിസ്കാരത്തിൽ അറബി തന്നെ പറ്റുള്ളൂ എന്നല്ലേ മസല നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ എന്ന് പറഞ്ഞാല് ദുആ അല്ലെങ്കിൽ എന്താണ് ദിക്ർ പോലത്തെ ഇതിനോട് കരീബായ വാചകങ്ങള്. പിന്നെ അതുപോലെ എന്താണ് ഇനിയിപ്പോ നെളുമ്പിൽ ശേഷം വരുന്നിടത്ത് എന്താണ് ഇമാമിന് ഫത്തഹ് ചെയ്തു കൊടുക്കുന്നിടത്തുണ്ടല്ലോ മസല, എന്താക്കണം? ദിക്ർ കരുതണം, ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോവും. അപ്പൊ ഇവൻ ഫത്തഹ് ചെയ്ത് കൊടുത്ത്, അപ്പൊ അത് അക്സറുൽ അവാമിനും അറിയാത്താണ്. അപ്പൊ അതുകൊണ്ട് എതിരുണ്ട്. അത് പിന്നെ നേരെ കിതാബിൽ തന്നെ ഉണ്ട്, അത് നമ്മൾ കണ്ടതാ. പിന്നെ അല്ലെ സുബ്ഹാനല്ലാഹ് എല്ലുന്നോടത്ത് സുബ്ഹാനല്ലാഹ് ഇമാമിന് തെറ്റിയപ്പോ ഇയാള് സുബ്ഹാനല്ലാഹ് എല്ലി, അപ്പൊ ദിക്ർ കരുതിയില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകുമെന്നല്ലേ? എന്നാൽ അത് അക്സറുൽ അവാമിനും അറിയാത്തതാണ്. അപ്പോ അതുകൊണ്ട് അവാമിനെ സംബന്ധിച്ചിടത്തോളം എതിരുണ്ട് ഇങ്ങനെ. പിന്നെ അപ്പൊ ഇങ്ങനെ ഹംല് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഫലാ യുദറു ബിഹി ഇല്ലാ ഇൻ ഖറബ അഹ്ദുഹു ബിൽ ഇസ്ലാമി, ഇസ്ലാം കൊണ്ട് ആഹിദ് കരീബാകുക. ആഹിദ് കൊണ്ടുള്ള അർത്ഥം ഇൽമു എന്നാണ്. അപ്പൊ ഇസ്ലാമിനെ കൊണ്ടുള്ള പരിചയം എന്താണ്? കരീബാകുക, മുസ്ലിമായ പരിചയം എന്നർത്ഥം. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ലിഅന്ന മുആവിയത ഇബ്നുൽ ഹക്കം റളിയല്ലാഹു അൻഹു തക്കല്ലമ ജാഹിലൻ ബിദാലിക. ഈ മുആവിയത ഇബ്നുൽ ഹക്കം എന്ന് പറഞ്ഞ ഒരു മുസ്ലിമായിട്ട് എന്ത് നിസ്കാരത്തിൽ ജാഹിലായിട്ട് കുറച്ച് സംസാരിച്ച് മലാഫി സലാത്തിഹി, അങ്ങനെ നിസ്കാരം പൂർത്തിയാക്കുകയും ചെയ്തു. ഇത് ബി ഹലറത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹലറത്തുന്ന. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അത് വിലക്കുകയോ അല്ലെങ്കിൽ മടക്കി നിസ്കരിക്കാൻ പറയുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ഖരീബുൽ അഹദ് ആയതുകൊണ്ട് അങ്ങനെ വിട്ട്. ഔ നശഅ ബി ബാദിയത്തിൻ, അത് ഈ മത്തനിന്റെ മേലെ ഇൻ കറുബ എന്ന് പറഞ്ഞ. അപ്പൊ ഔ എന്താണ് നശഅ കറുബന്റെ മേലെ. അപ്പൊ ഇൻ നശഅ ബി ബാദിയത്തിൻ ബഈദത്തിൻ അൻ ആലിമി ദാലിക, അല്ലെങ്കിൽ ഇത് അറിയുന്ന ആലിമീങ്ങളെ തൊട്ട് ബഈദായ ഒരു ബാദിയത്തിലാണ്
ഒരു കുഗ്രാമത്തിലാണ് ഇവൻ വളർന്നത് എന്നാ. ഇതറിയുന്ന ആലിമായ മതി. വയ്യക്കൂനും വൈല്ലം യക്കൂനും ഉലമ, ഒരു വലിയ ആലിമ്യങ്ങളൊന്നും ആകണമെന്നില്ല. നിസ്കാരത്തിൽ സംസാരിക്കല് ഹറാമാണ് എന്നുള്ളത് അറിയുന്ന, അതായത് നിസ്കാരത്തിൽ സംസാരിക്കാൻ തന്നെ ഇവൻ കൊണ്ടുവന്ന ഒന്ന് ആ രീതിയിലുള്ളൊരു സംസാരം ഹറാമാണെന്ന് അറിയുന്ന ആൾക്കാര് ഇല്ലാത്ത നാട്ടിലാണ് ഇവൻ വളർന്നത്. അപ്പോ കുറെ കാലം ജീവിച്ചിട്ടുണ്ട്. ഖരീബുല്ലാഹിദ് അല്ലാന്നർത്ഥം. പിന്നെ വയദ്ഹറു ലബുത്തുൽ ബുഅദി, അതിനെ തൊട്ട് ബഈദായ ബാദിയത്തിൽ നിന്ന് എത്ര ദൂരത്താകണം? ആ ബുഅദിനെ ലബുത്താക്കുക. ഇപ്പൊ മസാഫത്തുൽ ഖസ്ർ കൊണ്ടോ അങ്ങനെയൊക്കെ ലബുത്താക്കുവോ? അതാ പറയുന്നത്. അതിനൊരു ലബുത്ത് വേണമല്ലോ. അതിനെ കണക്കാക്കൽ ലാഹിറാണ്. ബിമാ ലായജിദു മൂനത്തൻ, ബിമാ ഒരു മസാഫത്ത് കൊണ്ട്, ലായജിദു ഈ നിസ്കരിക്കുന്ന ആളിന് ലഭ്യമല്ല, മൂനത്തൻ ചെലവ് ലഭ്യമല്ല. യജിബു ബദലുഹ, എങ്ങനത്തെ ചെലവ്? അതിനെ ചെലവഴിക്കൽ നിർബന്ധാണ്. ഫിൽ ഹജ്ജ്, ഹജ്ജ് നിർബന്ധാകാന്. തൂസിലുഹു ഇലൈഹി, ആ മൂനത്ത് ഇവനെ എത്തിക്കും. ഇലൈഹി, ആ മസാഫത്തിലേക്ക്, ആ നാട്ടിലേക്ക് എന്നാ. അപ്പൊ ഹജ്ജിൽ ചെലവഴിക്കുന്നത് എന്ന് പറഞ്ഞാല് ആ കടം കഴിച്ചിട്ട് അല്ലെ, വീടും അതും സൗകര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് പിന്നെ പോയി വരുന്ന ഇവൻ നാട്ടിൽ നിന്ന് പോയി തിരിച്ചു വരുന്ന കാലയളവിലേക്ക് ഇവന് ചെലവിന് കൊടുക്കൽ നിർബന്ധമായവരുടെ ചെലവ് കൊടുക്കാൻ കഴിച്ചിട്ട്, ഇതൊക്കെ കഴിച്ചിട്ടുള്ള മൂനത്താണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു മൂനത്ത് ഇവന്റെ കയ്യിൽ ഇല്ലെങ്കിൽ ആ നാട്ടിലേക്ക് എത്താന്. അപ്പൊ അതാണ് ബഈദത്ത് തന്നെ. ആലിമീങ്ങളുള്ള നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകാന് ഇങ്ങനെ ഒരു മൂനത്ത്, അല്ലെങ്കിൽ ഇവനുള്ള നാട്ടിൽ നിന്ന് ആലിമീങ്ങളുള്ള നാട്ടിലേക്ക് ഇവൻ വരാന് ഇവന്റെ അടുക്കൽ ഈ രീതിയിലുള്ള ഒരു മൂനത്തില്ലാതെ ജീവിച്ച ആളാണ്. അപ്പൊ വെറും ആ നാട്ടിലായ പോരെ. ഇങ്ങനെ ഒരു മൂനത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്താക്കണം? അവന് ഇവിടെ വന്നിട്ട് പഠിക്കേണ്ടിയിരുന്നു. അത് പഠിച്ചിട്ടില്ല. അപ്പൊ അവന് എഴുതരില്ല. വയാഹിത്തമിലു, അങ്ങനെ ലാഹിറാണെന്ന് പറഞ്ഞിട്ട് വേറൊരു ഇഹ്തിമാല് പറയുന്ന അന്ന മാഹുന അലിയക്കോ, ഇവിടെ പഠിക്കുന്ന കാര്യമല്ല, ഹജ്ജിന് പോകുന്നല്ലോ. അതുകൊണ്ട് അത് കൂടുതൽ കുടുസായതാണ് ഇവിടെ ഉള്ളത്. ലി അന്നഹു വാജിബുൻ ഫൗരിയുൻ അസാലത്തൻ, കാരണം ആ പഠിക്കുക എന്നുള്ളത് അത് അസാലത്തൻ തന്നെ ഫൗരിയായ വാജിബ, വേഗം ചെയ്യേണ്ടതാണ്. ഹജ്ജ് അങ്ങനെയല്ല, അത് ഫൗരിയായ വാജിബല്ല. നിർബന്ധമായാലും തന്നെ മോശമായ വാജിബാണ്. മരിക്കുന്നതിന്റെ ഇടയ്ക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പൊ കുറച്ച് ഇളവൊക്കെ ഉണ്ട് അവിടെ. ബിഖിലാഫിൽ ഹജ്ജ്, ഹജ്ജിനെതിരായിട്ട്. പിന്നെ ഹജ്ജ് അങ്ങനെ വാജിബ് ഫൗരിയല്ല, മോശമാണ്. വഅലൈഹി, അപ്പോ ഇതിന്റെ മേലെടുത്താല്, ഈ ഇഹ്തിമാലിന്റെ മേലെടുത്താല് ഫലാ യംനഉൽ വുജൂബ, പിന്നെ വുജൂബിനെ തടയുന്നില്ല. അലൈഹി, ഇവന്റെ മേലില് വുജൂബിനെ തടയുന്നില്ല. അതായത് ഇവൻ ഈ നാട്ടിലാണ് താമസം, ഇവിടുന്ന് ആ ആലിമീങ്ങൾ ഉള്ളിടത്ത് പോയി പഠിക്കണം എന്ന വുജൂബിനെ തടയുന്നില്ല. ഇല്ലൽ അമ്രുൽ ലറൂരിയു, ലറൂരിയായ അമ്രല്ലാതെ മറ്റൊന്നും തടയുന്നില്ല. ലാ ഗൈറു, അതല്ലാത്തത് തടയൂല. എന്ന് പറഞ്ഞാൽ ഇവന്റെ ലറൂരിയായ കാര്യങ്ങൾക്കുള്ള ചെലവ് കഴിച്ച് ബാക്കി പൈസ ഉണ്ടായിരുന്നു എങ്കിൽ ഇവൻ അവിടെ പോയി പഠിക്കേണ്ടവനാണ്. അവൻ പഠിച്ചിട്ടില്ല, എന്നിട്ട് നിസ്കാരത്തിൽ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തെങ്കിൽ ഇവന് മഅ്ദൂറല്ല, നിസ്കാരം ബാത്തിലാവുന്ന. ഫയൽസമുഹു മഷിയുൻ, അപ്പൊ ലറൂരിയായ കാര്യം അല്ലാത്തത് തടയൂല എന്ന് പറഞ്ഞാൽ ഇവന് നിർബന്ധാണ്, ഈ ബാധ്യത്തിലുള്ള ആളിന് നിർബന്ധാണ്. മഷിയുൻ അതാഖഹു, ഇവന് സാധിക്കുമെങ്കിൽ നടന്നു പോലെ നിർബന്ധാണ്. സാധിക്കുന്ന നടത്തം നിർബന്ധമാണ്. ഹജ്ജിന്റെ അവിടെ നിർബന്ധമില്ല. വൈൻ ബഴുത, അത് ബഴീതായ മസാഫത്താണെങ്കിലും ശരി, മഷി ബഴീദാണെങ്കിലും അത് നിർബന്ധമാണ്. ബഴീദ് എന്ന് പറഞ്ഞാൽ മസാഫത്തുൽ ഖസ്റും കഴിഞ്ഞിട്ടൊക്കെ നടക്കണം, എന്നാലും നടക്കൽ നിർബന്ധമാണെന്ന് വരും. വലായക്കൂനു നഹു ദൈനിൻ മുഅജ്ജലിൻ ഉദറൻ ലഹു, എന്ന പോലെ മുഅജ്ജലായ കടം, അവധി എത്തിയിട്ടില്ല, അടുത്ത മാസം പിന്നത്തെ മാസം അല്ലെ അടുത്ത കൊല്ലം പിന്നത്തെ കൊല്ലമൊക്കെ കൊടുക്കേണ്ട കടമാണ്, എന്നാലും അത് എഴുതറായി വരൂല. ഹജ്ജിൽ അത് എഴുതറാണ്. യുക്കല്ലഫു ബൈഉനഹ്വി ഖിന്നിഹി, എന്ന പോലെ ഇവൻ കീർത്തിക്കപ്പെടുകയും ചെയ്യും, കൽപ്പിക്കപ്പെടുകയും ചെയ്യും. ഇവന്റെ അടിമയെ പോലത്തെ അവനെ വിൽക്കണം. അല്ലദീ ലാ യുൽതറു ഇലൈഹി, ഇവന് ലറൂറത്തില്ല, ഹാജത്തുണ്ട്, ഉപകാരവും എന്ന പോലെ ആവശ്യമുണ്ട്. അങ്ങനത്തെ അടിമയെ ഹജ്ജിന്റെ അവിടെ വിറ്റിട്ട് പോകണമെന്ന് പറയൂല, ഇവിടെ വിറ്റിട്ട് പഠിക്കാൻ പോകണമെന്ന് പറയും. ഇങ്ങനെ വ്യത്യാസമുണ്ട്. യഹ്തമിലു, പിന്നെ അപ്പോ യദ്ഹറു തുമ്മ യഹ്തമിലു എന്ന് പറഞ്ഞപ്പോ ആ യദ്ഹറു എന്ന് പറഞ്ഞതാണല്ലോ തർജീഹ് അല്ലെ. പിന്നെ ബഹസൽ അദ്റഇയ്യു, ഇമാം അദ്റഇ ബഹസ് ചെയ്തിട്ടുണ്ട്. അന്നമൻ നശഅ ബൈനന, നമ്മളെ ഇടയിൽ വളർന്ന ഒരുത്തൻ, സുമ്മാസ്ലമ,
അതായത് മുസ്ലിങ്ങളുടെ ഇടയിലാണ് ഇവൻ വളർന്നത്, ഇവൻ കാഫിറാണ്. സുമ്മാസ്ലമ, പിന്നെ മുസ്ലിമായി, ലായൊഴുതറു, ഇവന് എഴുതറില്ല. വൈൻ കറുബ ഇസ്ലാമോ, ഇവന്റെ ഇസ്ലാം കരീബാണെങ്കിലും എഴുതറില്ല. നിസ്കാരത്തിൽ സംസാരിച്ചാൽ യസീറുൽ കലാമോ ബാത്തിലാക്കും എന്ന് പറഞ്ഞു. ലിഅന്നഹു ലാ യഖ്ഫ അലൈഹി അംറുദ്ദീനിന, ഇവൻ നമ്മളെ ഇടയിൽ ജീവിച്ച ആളായതുകൊണ്ട് ഇവന്റെ മേലിൽ ഖഫിയല്ല അമ്രുദ്ദീനിന, നമ്മളെ ദീനിന്റെ കാര്യം എന്ന് ഇന്ദഹ ഇമാം അസ്ഹരി റഹിമഹുല്ലാഹ് അങ്ങനെ ബഹ്സ് ചെയ്തു. വയൂഖദു മിൻ ഇല്ലത്തിഹി, ഈ ഇല്ലത്തിൽ നിന്ന് അഖദ് ചെയ്യാം. ആര്? ഇമാം അസ്ഹരി പറഞ്ഞ ലിഅന്നഹു ലാ യഖ്ഫ അലൈഹി അംറുദ്ദീനിന എന്നല്ലേ പറഞ്ഞ. അന്നൽ കലാമ ഫി മുഖാലിത്തിൻ ഖദത്തിൽ ആദത്തു ഫീഹി ബിഅന്നഹു ലാ യഖ്ഫ അലൈഹി ദാലിക. ഇമാം അസ്ഹരി പറഞ്ഞ വെറുതെ നമ്മളെ ഇടയിൽ ജീവിച്ചാൽ മാത്രം പോരാ. പിന്നെ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അന്നൽ കലാമ, ഇമാം അസ്ഹരി റഹിമഹുല്ലാഹ് മന്നഷ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാ? ഫി മുഖാലിത്തിൻ, ഇടകലർന്ന് ജീവിച്ചവനെ കുറിച്ചാണ്. ഖദത്തിൽ ആദത്തു ഫീഹി, അവനിൽ ആദത്ത് ഖളാ ചെയ്യുന്നുണ്ട്, പതിവനുസരിച്ച് അങ്ങനെ കൂടിക്കലർന്ന് ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന്റെ പതിവനുസരിച്ച് എന്ത് വരുന്നുണ്ട്? ബിഅന്നഹു ലാ യഖ്ഫ അലൈഹി ദാലിക, നമ്മളെ ദീന് ഖഫിയാകാതിരിക്കുക എന്ന് പറഞ്ഞത് ആദത്ത് ഖളാ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവന് വയലും പ്രസംഗവും ക്ലാസ്സും എല്ലാം കേൾക്കും, പള്ളീന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന ഒരുത്തനാ, അപ്പൊ മസാല എല്ലാം പറയും. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ച ഒരുത്തനാണെങ്കിൽ പിന്നെ എഴുതറില്ല എന്ന് അറിഞ്ഞതാണ് ശരി. പിന്നെ വജഹ്ലു ഇബ്താലി തനഹുനഹി ഉദ്റും ഫീ ഹഖ്ഖിൽ അവാമി എന്ന് പറഞ്ഞു. അതൊരു പുതിയ മസാല പറയാം. തനഹുനുഹ് ബാത്തിലാക്കും, ഇതാ ശേഷം വരുന്നതെന്ന് പറഞ്ഞ തനഹുനുഹ് ബാത്തിലാണ് എന്നത് അറിയാതിരിക്കുക. അതായത് തനഹുനു ബാത്തിലാകുക എന്ന് പറഞ്ഞാല് ആ തനഹുനുഹില് രണ്ടക്ഷരം അല്ലെങ്കിൽ ഒരക്ഷരം ഉണ്ടാകുക അർത്ഥമുള്ളത്, പിന്നെ അല്ലെങ്കിൽ അതെ അത് ഉദറാണ്. എന്ത്? ഫി ഹഖ്ഖിൽ അവാമി, അവാമിന്റെ ഹക്കിൽ അത് ഉദറാണ്. ഇങ്ങനെ പറഞ്ഞു. വയൂഖദു മിന്ന, ഇങ്ങനെയാണ് ചില നുസ്ഖയില്. ഇവിടെ വഖാല ഫിൽ അൻവാരി ഇന്ന ജഹ്ല ഇബ്താലി തനഹുനഹി ഉദ്റും ഫി ഹഖ്ഖിൽ അവാമി ഇന്തഹ എന്നാണ് ചില നുസ്ഖയിലുള്ളത്. പിന്നെ വേറെ ചില നുസ്ഖയിൽ എന്താണ്? ഇന്തഹ എന്നുള്ളതില്ല, ഖാല ഫിൽ അൻവാരി എന്ന. പിന്നെ ഈ നുസ്ഖയിൽ രണ്ടുമില്ലാതെ ഉള്ളത്. പിന്നെ വയൂഖദു മിൻഹു, അപ്പൊ ഈ പറഞ്ഞെന്ന് പിടിക്കുക. ജഹ്ലു ഇബ്താലി തനഹുനഹി ഉദ്റുൻ എന്ന് പറഞ്ഞത് പിടിക്കാം. അന്ന കുല്ലമാ ഉദ്റു ബി ജഹ്ലിഹി, ആ അവാം ഉദ്റ് ചെയ്യപ്പെടുന്ന ഒന്ന്, ബി ജഹ്ലിഹി, അതിന് ആ ഒന്ന് ജാഹിലാകൽ കൊണ്ട് ഉദ്റ് ചെയ്യപ്പെടും. കാരണം ദാലി ഖഫാഇഹി, ആ ഒരു കാര്യം ഖഫിയാണ്. അല ഗാലിബിഹിം, അവാമില് ഗാലിബിലും അത് ഖഫിയാകലാണ്. ലാ യുആഖദൂന ബിഹി, അങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് അവർക്ക് മുആഖദത്തില്ല. അങ്ങനത്തെ ഒരു കാര്യം അവർ നിസ്കാരത്തിൽ ചെയ്തു പോയാൽ അവരുടെ നിസ്കാരം ബാത്തിലാവൂല എന്ന് പിടിക്കാം എന്നാണ്. അപ്പൊ അത് തനഹുനുഹിൽ മാത്രമല്ല, പൊതുവെ അങ്ങനെയാണ്. വയുഅയ്യിദുഹു, അങ്ങനെ അഖദ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ അഖദ് ചെയ്യപ്പെടുന്നതിന് ആ മൗഖൂദിന് തഈദ് ചെയ്യുന്നുണ്ട്. തസ്രീഹുഹും, അയിമ്മത്ത് തസ്രീഹാക്കി എന്ത്? ബി അന്നൽ വാജിബ ഐനൻ, ഫർള് ഐന്, വാജിബ് ഐന് എന്താണ്? ഇന്നമാ ഹുവ തഅല്ലുമുൽ ലവാഹിരി ലാ ഗൈറു, എന്താണ്? ലാഹിറായ കാര്യങ്ങൾ പഠിക്കലാണ്, അതല്ലാത്ത ദഖീഖായ മസലകൾ പഠിക്കൽ ഫർള് ഐനല്ല. ഫർള് ഐന് പൊതുവെ ലാഹിറാണ്. അപ്പോ അവാമിന് പൊതുവെ ഖഫിയാകുന്ന മസലയിലൊക്കെ അവർക്ക് ഉദ്റുണ്ട് എന്നർത്ഥം. ഇനി ലാ കസീരിഹി യുദ്റു ഫി യസീരിൽ കലാമി എന്നല്ലേ പറഞ്ഞ. ലാ കസീരിഹി, അതിന്റെ കസീറിലെ അഫുവില്ല, ഈ പറഞ്ഞ ഒരു സ്ഥലത്തുമില്ല. പിന്നെ സബുക്കുൽ ലിസാൻ ഉണ്ടായാലും നിസിയാനു സ്വലാത്ത് ഉണ്ടായാലും അല്ലെങ്കിൽ ജഹ്ലു തഹരീം ഉണ്ടായാലും അത് ഖരീബുൽ അഹദാകുമ്പോ, പിന്നെ ഈ കസീറിൽ എന്തില്ല? അഫുൽ ഉദ്റില്ല, ഉറുഫൻ. ആ കസീർ ഉറുഫൻ, നേരത്തെ യസീർ എന്ന് പറഞ്ഞപ്പോൾ ഉറുഫിൽ യസീർ കൽ കലിമത്തൈനി ഔ സലാത്തൻ എന്ന് പറഞ്ഞില്ല. എന്ന പോലെ ആ കസീറും എന്താണ്? ഉറുഫിലാണ്. ഫലാ യുദ്റു ഫീഹി ഫിസ്സുവരി സലാസി, അപ്പൊ ഈ പറഞ്ഞ 3 സൂറത്തിലും അഫു ചെയ്യപ്പെടൂല. 3 സൂറത്ത് ഏതാ? സബുഖുൽ ലിസാൻ, നിസിയാനു സ്വലാത്ത്, ജഹ്ലു തഹരീം എന്ന് പറഞ്ഞല്ലോ. ആ 3 സൂറത്തിലും ഫിൽ സഹീ വഇൻ ഉദ്റ ലിഅന്നഹു യഖ്തഉ നദ്മ സ്വലാത്തി വഹൈഅതഹാ. പിന്നെ വഇൻ ഉദ്റ, ഇവൻ ആ വിഷയത്തിൽ മഅ്ദൂർ ആണെങ്കിലും ശരി, പിന്നെ
ഫലാ യുഴുതറു ഫീഹി, ഇവന് ഉഴുതറ് നൽകപ്പെടൂല. വൈൻ ഉഴുതറ എന്ന് പറഞ്ഞാല് ലാ യുഴുതറു എന്ന് പറഞ്ഞാൽ അവന്റെ ഹുക്കുമാണ്. വൈൻ ഉഴുതറ എന്ന് പറഞ്ഞതോ അത് അവന് ഉഴുതറുണ്ടെങ്കിലും, അതായത് നിസിയാൻ എന്ന് പറഞ്ഞ പിന്നെ ഉഴുതറുണ്ടല്ലോ, ജഹ്ലി എന്ന് പറഞ്ഞ ഉഴുതറുണ്ടല്ലോ, സബുഖുൽ ലിസാൻ എന്ന് പറഞ്ഞ ഉഴുതറുണ്ടല്ലോ. അപ്പൊ വൈൻ ഉഴുതറ എന്ന് പറഞ്ഞാൽ ഹഖീഖത്തിൽ ഇവന് ഉഴുതറുണ്ട്, അതല്ലേ? അപ്പൊ ഈ അസഹിന്റെ സാനിക്കാരുടെ തെളിവിനെ റദ്ദ് ചെയ്തതാണത്. ഇവന് ഹഖീഖത്തിൽ എഴുതറുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് കസീറുൽ കലാമും മഹ്ഫൂ ചെയ്യും, അതിന്റെ പേരിൽ നിസ്കാരം ബാത്തിലാവൂല എന്നാണ്. അപ്പൊ ഫലാ എഴുതറു ഫീഹിന്നും വൈൻ എഴുതറാന്ന് പറഞ്ഞാൽ തമ്മിൽ എതിരല്ല. ഫലാ എഴുതറു ഫീഹി എന്ന് പറഞ്ഞാൽ അവന് ആ നിസ്കാരം ബാത്തിലാവൂല എന്ന എഴുതറു കൊടുക്കൂല എന്നാണ്. വൈൻ എഴുതറാന്ന് പറഞ്ഞാൽ ഹഖീഖത്തിൽ ഇവന് എഴുതറുണ്ട്, നിസിയാന് എന്നപോലെ സബുഖുൽ ലിസാന്, ജഹ്ല് എന്ന് പറഞ്ഞ എഴുതറുണ്ടെങ്കിലും ലി അന്നഹു ആ കസീറുൽ കലാമ് അതിന് എഴുതറു കൊടുക്കൂല എന്ന് പറഞ്ഞ് ബാത്തിലാക്കാതിരിക്കൂല എന്ന് പറഞ്ഞതിന് കാരണം പറഞ്ഞു. ലി അന്നഹു യഖ്തഉ നളമസ്സലാത്തി വഹൈഅത്തഹാ, കാരണം നിസ്കാരത്തിന്റെ നെളുമിനെ ഇവൻ ഇത് കത്തഴ് ചെയ്യും, ആ കസീർ കത്തഴ് ചെയ്യും. വഹൈഅത്തഹാ, അതിന്റെ ഹൈഅത്തിനെയും. ഇടയ്ക്ക് ഇങ്ങനെ നിന്ന് തോനെ വർത്താനം പറഞ്ഞു പോയാല് ആ നിസ്കാരത്തിന്റെ ക്രമവും അതിന്റെ സിഫത്തും, അത് ഹൈഅത്ത് എന്ന് പറഞ്ഞ സിഫത്താണല്ലോ, അത് ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് അവിടെ നിസ്കാരം ബാത്തിലാവും. വയുഴുതറു ഫി തനഹുനുഹി, എന്നിട്ട് തനഹുനുഹില് വനഹ്വിഹി, അത് മൂന്നിലും എഴുതറുണ്ട്. ലിൽ ഗലബത്തി, ഗലബത്തിന് വേണ്ടി എഴുതറുണ്ട്. അതും അതുപോലത്തത് എന്ന് പറഞ്ഞാൽ ലഹ്ക്ക്, അനീന് ഒക്കെ പറഞ്ഞല്ലോ, ബുക്കാവ്, അതാണ് മിമ്മ മറ മാഹു, നഹ്വ് അതിന്റെ കൂടെ കഴിഞ്ഞതിനാൽ, നഹ്വിന് ബയാന. ലിൽ ഗലബത്തി അലൈഹി, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവന്റെ മേൽ ഗാലിബായി വന്നുപോയി. സബുഖുൽ ലിസാൻ പോലെ പെട്ടെന്ന് എന്താണ് ഇവന് ഇഖ്തിയാർ ചെയ്ത്, ഇവൻ ബോധപൂർവം അങ്ങനെ ചെയ്തതല്ല, എങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ എന്നൊക്കെ അങ്ങനെ കണ്ടുവരുമല്ലോ, അങ്ങനെ വന്നു പോയതാ. പിന്നെ ലാക്കിൻ നിൻ കല്ല ഉർഫൻ അലൽ മുഅ്തമദി, അവിടെ എന്താകണം, കലീലാണെങ്കിലേ പറ്റുള്ളൂ. ആ തനഹുനുഹില് എന്തു വന്നു, അതിന്റെ കൂടെ കലീലുൽ കലാം ഉണ്ടായിപ്പോയി എന്നർത്ഥം. 4-5 6 ഹർഫ് ഉണ്ടായിപ്പോയി. എന്നാല് 2 കലിമത്ത് 3 കലിമത്തൊക്കെ ഉണ്ടായിപ്പോയി. അത് ഗാലിബായ ഗലബത്ത് കൊണ്ട് എഴുതിട്ടുണ്ട്, നിസ്കാരം ബാത്തിലാവില്ല. ഇനി വലവുബുത്തുലിയ ഷഖ്സും ബിനഹ്വി സുആലിൻ ദായിമൻ, ഒരാള് എന്ത് ചെയ്തു, ദായിമായ സുആല് കൊണ്ട് മുബത്തലയാണ്. ദായിമായ സുആല് എന്ന് പറഞ്ഞാല് പിന്നെ എപ്പോഴും ഇങ്ങനെ ചുമക്കുന്ന ആളാണ്, ചുമ രോഗമുള്ള ആളാ. ബിഹൈസു ലം യഖ്ലു സമനും മിനൽ വഖ്തി യസഉ സ്വലാത്ത ബിലാ സുആലിൻ മുബത്തലി, ഏത് രീതിയില് ഒരു സമയം ഒഴിഞ്ഞു കിട്ടൂല, സമയത്തിൽ നിന്നുള്ള ഒരു സമയം. യസഉ എങ്ങനത്തെ ഒരു സമയം, അത് വിശാലമാണ്. അസ്സലാത്ത നിസ്കാരത്തിന് വിശാലമായ ഒരു സമയം ഒഴിഞ്ഞു കിട്ടൂല. ബിലാ സുആലിൻ മുബത്തലിൻ, മുബത്തലായ സുആലില്ലാതെ. മുബത്തലായ സുആല് എന്ന് പറഞ്ഞാല് 2 അക്ഷരം ലാഹിറാകുന്നതാണല്ലോ, അല്ലെങ്കിൽ 1 അക്ഷരം ലാഹിറാകുന്ന സുആലല്ലേ, അതില്ലാതെ എന്താവൂല, ഒരു സമയം നിസ്കരിക്കാനായി ഒഴിഞ്ഞു കിട്ടൂല. ഇതാണ് പിന്നെ. അപ്പൊ അങ്ങനെ മുബത്തലയായ ആള് ഫലാ യൽഹറു, ഫല്ലദി യൽഹറു അല്ലഹു അൻഹു, ഇവനെ തൊട്ട് അഹു ഉണ്ട്, ഇവന്റെ ആ സുആലുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. ഫലാ ഖളാ അലൈഹി, ഇവൻ ഖളാ വിട്ടേണ്ടതുമില്ല. ലൗ ഷുഫിയ, രോഗം ഷിഫയായാല്. നളീറമായത്തി ഫിമം ബിഹി ഹിക്കത്തുൻ അല്ലെ ഹക്കത്തുൻ, ചൊറിച്ചില് രോഗമുള്ള ഒരുത്തനില് വരുന്ന ഒന്നിന്റെ നളീറായ നിലയില്. ചൊറിച്ചില് എങ്ങനെ ചൊറിച്ചില്, ശരീരം എങ്ങനെ ചൊറിയും. ലാ യസ്ബിറു മാഹ, ആ ചൊറിച്ചില് രോഗമുള്ളതോടുകൂടെ ഇവന് ക്ഷമിക്കാൻ കഴിയില്ല. അല അദ്മിൽ ഹക്കി, ചൊറിയാതിരിക്കുക, അതിന്റെ മേൽ ക്ഷമിക്കാൻ കഴിയൂല. ഇവന്റെ ശരീരം ഇങ്ങനെ ചൊറിഞ്ഞിട്ടേ, അപ്പൊ അവൻ കൈകൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞു പോകുമല്ലോ, മാന്തി പോകുമല്ലോ, അതില്ലാതെ ക്ഷമിക്കാൻ കഴിയാത്ത ആള് ആദത്തിൽ ക്ഷമിക്കാൻ കഴിയൂല, ചൊറിഞ്ഞു പോകും. അപ്പൊ അങ്ങനത്തെ ആളില് വരുന്നതിന്റെ നളീർ എന്ന് പറഞ്ഞാല് ഇവന് അങ്ങനെ ഒരു സമയം ഒഴിഞ്ഞു കിട്ടൂല. നിസ്കാരം വിശാലമായ ഒരു സമയം ചൊറിച്ചിൽ അനുഭവപ്പെടാതെ ഒഴിഞ്ഞു കിട്ടൂല. അപ്പൊ ഇവൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. എന്നാല് അവന് അത് ആ കയ്യനക്കം കൊണ്ട്, ചൊറിയൽ കൊണ്ട് നിസ്കാരം ബാത്തിലാകുകയില്ല, ഖളാ വീട്ടേണ്ടതുമില്ല. അങ്ങനെ ബൽ ഖളിയത്തു ഹാദാ അൽഅഫു അൻഹു وأنه لا يكلف انتظار الزمن الذي يخلو فيه عن ذلك لكن قضية ما مر بالسلس أنه يكلف. പിന്നെ ഈന്റെ ഖളിയത്തു ഹാദ എന്ന് പറഞ്ഞത് പിന്നെ ഈ നളീറമായത്തി എന്ന് പറഞ്ഞില്ലേ, ആ മായത്തിന്റെ ഖളിയ അൽ അഫു അൻഹു, ഇവനെ തൊട്ട് അഫു ഉണ്ട് എന്നാണ്.
അതെന്നെ നേരത്തെ പറഞ്ഞ് അത് ആവർത്തിക്കുന്നതിന് ശേഷം ഉള്ളത് പറയാൻ വേണ്ടിയിട്ടാ. അന്നഹു ലായുക്കല്ലഹു, അതാ അഹു ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തെക്ലീഫ് ചെയ്യപ്പെടൂല. ഇന്തിലാറ സമനില്ലതി യഹ്ലൂഫിഹി എന്താലിക്ക, ഇതിനെ തൊട്ട് ഒഴിവാകുന്ന ഒരു സമയം പ്രതീക്ഷിച്ചിരിക്കൽ എന്താണ് തെക്ലീഫ് ചെയ്യപ്പെടുവോ ഇല്ലേ, അതില്ല. അതുപോലെ ഒത്തൽ തന്നെ നിസ്കരിക്കാൻ നേരത്തെ ചൊറിഞ്ഞിട്ട് നിസ്കരിക്കുക, എന്ന പോലെ ചുമച്ചിട്ട് നിസ്കരിക്കുക. അല്ല ആഖിർ സമയം വരെ ഒരു സമയം ഒഴിഞ്ഞിട്ടുവോ, അത് നിൽക്കുന്ന ഒരു സമയം പ്രതീക്ഷിച്ചിരിക്കണോ വേണ്ടേ, അത് കൽപ്പിക്കപ്പെടൂല എന്നാ. ലാക്കിൻ കളിയത്തുമാമറ ഫിസ്സലിസി, എന്നാൽ സെലിസില് മുമ്പ് കഴിഞ്ഞതിന്റെ കളി എന്താ, അന്നഹു യുക്കല്ലഫു ദാലിക ഫീഹിമാ, പിന്നെ ഇവൻ കീർത്തിക്കപ്പെടും ഇതുകൊണ്ട്. ദാലിക്ക എന്ന് പറഞ്ഞാൽ ഇന്തിലാർ കൊണ്ട് കീർത്തിക്കപ്പെടും. ഫീഹിമ എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ ചൊറിച്ചിലുള്ള ആളിനും സ്വാലുള്ള ആളിനും രണ്ടിലും എന്താവും, ഇങ്ങനെ ഒരു സമയം പ്രതീക്ഷിക്കും. എന്നിട്ട് അവസാന സമയത്ത് കഴിഞ്ഞാല് അങ്ങനെ അതിന്റെ ഇടയ്ക്ക് കിട്ടിയാൽ ആ സമയത്ത് നിസ്കരിക്കാം, കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നിസ്കാരം കളാകണം, നിസ്കരിക്കണം എന്നിങ്ങനെയാണ് ആ സെലിസിൽ കഴിഞ്ഞതിന്റെ കളിയ. ഓഹുവ മൊഹത്തമിലുൻ, ആ കളിയത്തുമാമറ എന്ന് പറഞ്ഞാൽ അതില്ലേ അന്നഹു യുക്കല്ലഫു എന്ന് പറഞ്ഞത് മുഹത്തമിലുൻ, അത് ഇഹ്തിമാലുള്ളതാണ്. പിന്നെ വയഹ്തമിലുൽ ഫർഖു, അല്ല ഫർഖു ഇഹ്തിമാലുണ്ട്. ഏത് സെലിസിന്റെ മസലയും ഇവിടെ പറഞ്ഞ സുആല് ഹക്കത്തിന്റെ മസലയായിട്ട് ഫർഖു ഇഹ്തിമാലുണ്ട്. ബി അന്നഹു യുഹ്താത്തു ലിൻ നജിസി ലി ഖുബ്ഹിഹി മാ ലാ യുഹ്താത്തു ലി ഗൈരിഹി. സെലിസിന്റെ മസല എന്ന് പറഞ്ഞാൽ നെസാകുന്ന മസലല്ലേ, അപ്പൊ നജസിന് വേണ്ടി എഹ്തിയാത്ത് പാലിക്കണം. ലി ഖുബ്ഹിഹി, ആ നജസ് ഖബീഹാണല്ലോ. മാ ലാ യുഹ്താത്തു ലി ഗൈരിഹി, നജസ് അല്ലാത്തതിന് എഹ്തിയാത്ത് പാലിക്കാത്തത് എഹ്തിയാത്ത് പാലിക്കണം. അപ്പൊ അവിടെ പ്രതീക്ഷിച്ച് നിൽക്കണം. ഒഴിവാകുന്ന ആ മൂത്രം അല്ലെങ്കിൽ ആ സെലിസ് എന്താണെന്ന് വെച്ചാൽ അത് മുൻകത്തിയാകുന്നൊരു സമയം കിട്ടുമോ നിസ്കരിക്കാൻ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കണം. ഇവിടെ വേണ്ട എന്നിങ്ങനെ പറക്കും പറയാം എന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ അവിടെ എന്താണ് ഓഹുവ മുഹത്തമിലുൻ വയഹ്തമിലുൽ ഫർഖു എന്ന് പറഞ്ഞ്. ഇപ്പൊ ഇതില് തർജീഹ് ലാക്കിൻ കളിയത്തു എന്നല്ല പറഞ്ഞേ. അപ്പൊ ആ ലാക്കിന്റെ ശേഷമുള്ളതാണ്, അതാണ് ഇവിടെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തർജീഹാക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. പിന്നെ വലൗ തനഹനഹ ഇമാമുഹു, ഇമാം എന്ത് ചെയ്തു, തൊണ്ടനക്കി. ഫബാന മിൻഹു ഹർഫാനി, അതിന് രണ്ടക്ഷരം വെളിവാകുകയും ചെയ്തു. ലം തജിബു മുഫാറക്കത്തുഹു, ഇമാമിനെ വിട്ടുപിരിയൽ നിർബന്ധമുണ്ട്, അതില്ല. കാരണം എന്താ, ലിഹിത്തിമാലി ഉദിരിഹി, അവന് ഉദിരുണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ. അതായത് തൊണ്ടനക്കിയത് ഖിറാഅത്ത് തന്നെ തവക്കുഫാകുമ്പോഴാണ്, അങ്ങനെ ആകാലോ അല്ലെ, അല്ലെങ്കിൽ കൊലബത്തായി വന്നതാണെങ്കിലോ. അപ്പൊ അങ്ങനെയൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് മുഫാറക്ക് നിർബന്ധമില്ല. നാം ഇന്ദല്ലത്ത് കരീനത്തു ഹാലിഹി, അത് ഇവന്റെ എന്താണ് ഹാലിയായ കരീനത്ത് അറിയിച്ചു. അല്ല അതിമിൽ ഉഴുതിരില്ല എന്നതിന്റെ മേൽ അറിയിക്കുന്നെങ്കിൽ തയ്യനത്ത് മുഫാറക്കത്തുഹു, ആ ഇമാമിനെ വിട്ടുപിരിയൽ നിർബന്ധാണ്. അലാമാ ബഹസഹു സുബുക്കിയു, ഇമാം സുബുക്കി റഹിമഹുല്ലാഹ് ബഹസ് ചെയ്തനുസരിച്ച്. അടാ അലാമാ ബഹസഹു എന്ന് തബരീന്റെ ഇബാറത്തിട്ടപ്പോ ഇമാം സുബുക്കി റഹിമഹുല്ലാഹ് പറഞ്ഞതല്ല ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നത് എന്നാ. കാരണം എന്താ, അത് ഉറപ്പില്ലല്ലോ. കരീനത്തുൽ ഹാലല്ലേ, ഹാലിന്റെ കരീനത്തുകൊണ്ട് തന്നെയല്ലേ കിട്ടുള്ളൂ, യഖീൻ കിട്ടൂലല്ലോ. അപ്പോ ഇവന്റെ നിസ്കാരം ബാത്തിലാകാതെ കഴിഞ്ഞടക്കുക എന്നുള്ളതല്ലേ അസില്. അപ്പൊ അതുകൊണ്ടായിരിക്കും. ഇനി വലൗ ലഹന ഇമാമുഹു ഫിൽ ഫാത്തിഹത്തി ലഅന യുഗയ്യിറുൽ മാന, ഇനി ഫാത്തിഹയിൽ ഇമാമിന് തെറ്റി അക്ഷരത്തെറ്റുണ്ടായി. എങ്ങനെ അക്ഷരത്തെറ്റ്, യുഗയ്യിറുൽ മാന, മാന വ്യത്യാസപ്പെടുന്ന രീതിയിൽ എന്താണ് അക്ഷരത്തിനോ ഹറക്കത്തിനോ തെറ്റുണ്ടായി. അന്നംത എന്നുള്ളിടത്ത് അന്നംതു എന്ന് പറഞ്ഞ് അല്ലെ അന്നംതീ എന്ന് പറഞ്ഞ്, അതൊക്കെ ലഹനാണല്ലോ, മാന മാറ്റും. ഫല്ലൗജഹു അന്നഹു ലാ തജിബു മുഫാറഖത്തുഹു ഹാലൻ. അപ്പൊ അവിടുത്തെ എന്താണ് ഔജഹ് എന്താണ്, അപ്പൊ തന്നെ മുഫാറക്കത്ത് നിർബന്ധമില്ല. വലായിന്റെ റുക്കൂഴി, എന്നാൽ ഇമാം റുക്കൂഴിലേക്ക് പോകുമ്പോ, അതായത് അപ്പം നിർബന്ധമില്ല എന്ന് പറയാൻ കാരണം ഇമാമിന് അത് ബോധ്യപ്പെട്ടിട്ട് പിന്നെ രണ്ടാമത് ഫാത്തിഹ മടക്കി ഓതാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ മടക്കി ഓതിയില്ല, ഓനങ്ങ് റുക്കൂഴ് പോയി. എന്നാൽ ഈ റുക്കൂഴ് പോകുമ്പോ മുഫാറക്ക് നിർബന്ധമുണ്ടോ, അത് നിർബന്ധമില്ല. ബല്ലഹു ഇന്തിലാറുഹു, അപ്പൊ മുഫാറക്ക് ചെയ്യാം പക്ഷെ നിർബന്ധമില്ല. ബല്ലഹു ഇന്തിലാറുഹു, ഈ മഅ്മൂമിന് ജായിസാണ്, ഇമാമിനെ പ്രതീക്ഷിക്കൽ ജായിസാണ്. ലി ജവാസി സഹ്വിഹി, എവിടെ പ്രതീക്ഷിക്കേണ്ടത്, ഇവൻ ഖിയാമിൽ തന്നെ നിൽക്കുക. മഅ്മൂം എന്ത് ചെയ്യുക, ഖിയാമിൽ തന്നെ ഒരു സൂറത്തൊക്കെ നീട്ടി എന്താണ് യാസീനൊക്കെ ഓതിയിട്ട് അവിടെ നിൽക്കുക.
ജവാസി സഹവി, കാരണം എന്താ, ഇമാമിന് മറന്നുപോയതാണെങ്കിലോ, അല്ലെ, ഫാത്തിഹ തെറ്റിയത് ഓർക്കാണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാ. കമാലോ കാമലി ഹാമിസത്തിൻ, പിന്നെ അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേക്കും പോലെ, ഇമാം അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ്, എന്നാൽ മുഫാറക്തിയിൽ അപ്പൊ തന്നെ നിർബന്ധമുണ്ടോ? ഇല്ല. ഇവനെന്ത് ചെയ്യുക, ആ നാലാമത്തതാണ് എന്ന്, അല്ലെങ്കിൽ മസ്ബൂക്കാണെന്നുണ്ടെങ്കിൽ ഇവനറിയാം മറ്റോനെ എഴുന്നേറ്റ് അഞ്ചാമത്തേലേക്കാണ്. അപ്പൊ അവൻ അവിടെ ഇരിക്കല്ലേ വേണ്ടത്, ഇമാമിനെ പ്രതീക്ഷിച്ചിട്ട്, അതായത് ഇവന് ഓർത്തിട്ട് മടങ്ങി വരുമോ എന്ന് പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുക. ഔ സജദ ഖബല റുക്കൂഇഹി, അല്ലെങ്കിൽ ഏതുപോലെ ഇവർ റുക്കൂഴ് ചെയ്യാതെ, ഇമാം റുക്കൂഴ് ചെയ്യാതെ സുജൂദിലേക്ക് പോകും പോലെ, അപ്പോഴും മുഫാറക് നിർബന്ധമില്ല. കാരണം ഇവനിവിടെ എന്താക്കുക, ഖിയാമിൽ തന്നെ പ്രതീക്ഷിക്കുക. എന്നാല് ആ ഇമാമിന് ഓർമ്മയായിട്ട് തിരിച്ചു മടങ്ങി വരാൻ സാധ്യത ഉണ്ടല്ലോ. എന്ന പോലെ ഇവിടെ എങ്ങനെ ഓർമ്മ വരിക? ഇവിടെ എന്താ ചെയ്യുക, ഫാത്തിഹയിൽ തെറ്റിയിട്ട് അങ്ങനെ ഇവൻ റുക്കൂഴും സുജൂദൊക്കെ ചെയ്താല് അടുത്ത റക്അത്തിൽ കിട്ടുമല്ലോ, അല്ലെ? അടുത്ത റക്അത്തിൽ ഇവൻ ഫാത്തിഹ നേരെ ഓതുമല്ലോ. അപ്പൊ നേരെയാണ് രണ്ടാമത്തെ റക്അത്തിൽ ഓതിയെന്നുണ്ടെങ്കിൽ മൗമൂമിന് ഒരു റക്അത്ത് പോയി എന്നല്ലേ ഉള്ളൂ. അപ്പൊ മൗമൂം ഒരു റക്അത്ത് നിസ്കരിക്കണം. പിന്നെ ഇമാമ് സലാം വെട്ടുന്നതിന്റെ മുമ്പായിട്ട് എന്താക്കി, ഇവന് ഓർമ്മയായാലും ഓനൊരു റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യുമല്ലോ. അപ്പൊ അതിന്റെ കൂടെ കൂടി പൂർത്തിയാക്കിയാൽ മതി. അങ്ങനെ ഇനി എന്താണ്, തനഹനുഹില് മാത്രം ഉദുറുണ്ട്, തനഹനുഹിന്റെ കൂടെ ഉള്ളതിലില്ല എന്നർത്ഥം. പിന്നെ ഫഖത്ത് ഐ അൽ ഖലീൽ മിൻഹു, അവിടെയും എന്താണ് ഖലീല്, തനഹനുഹിലിൽ നിന്ന് ഖലീല്, അതിന് യസീറുൽ കലാം ഉണ്ടായെന്നർത്ഥം. കമാഹുവ ഖിയാസു മാ ഖബലഹു, ആ ഖലീല് എന്നതിന് അർത്ഥം പറഞ്ഞതിന്, അങ്ങനെ തഫ്സീർ ചെയ്തതിന് പറയാണ് എന്താണ്, അത് മുമ്പ് പറഞ്ഞതിന്റെ ഖിയാസ് അങ്ങനെയാണ്. മുമ്പ് പറഞ്ഞത് എന്താണ്, ഖലീൽ എന്നല്ലേ. അപ്പൊ ഇവിടെയും ഖലീലിനെ അഫുള്ളൂ. ഗലബത്തിന് വേണ്ടി തനഹനുഹ് പോലത്തെ ലഫ് ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോ ഖലീലല്ലേ പറഞ്ഞത്. അതുപോലെ തന്നെ ഇല്ലായു ഫറക്ക, മുമ്പ് പറഞ്ഞത് ഇപ്പറഞ്ഞതും ഫർക്കാക്കിയാൽ ഒഴിച്ച്, പിന്നെ ഗലബത്തിന് വേണ്ടിയുള്ള തനഹനുഹും എന്ന പോലെ ഖിറാഅത്ത് തഅസ്സുറാകുന്നതിന് വേണ്ടിയുള്ള തനഹനുഹും രണ്ടിന്റെ ഇടയിൽ ഫർക്കാക്കിയാൽ ഒഴിച്ച്. സുമ്മറഅയ്തു സനിയ ശൈഖിന, പിന്നെ നമ്മളെ ശൈഖിന സക്കരിയ അൻസാരി റഹിമഹുല്ലാ, അവരുടെ സനിയ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ചെയ്തി അവര് ചെയ്തത്. എവിടെ ചെയ്തത്? ഫി മത്നി മൻഹജിഹി, അവരുടെ മൻഹജ് എന്ന് പറഞ്ഞ കിതാബ്, പിന്നെ മൻഹജു തുല്ലാബ്, അതിൽ പറഞ്ഞു മുസർരിഹം ബിൽ ഫർഖി, ഉണ്ടോ, അവരെ സനിയ എങ്ങനെ ഫർക്ക് കൊണ്ട് സരീഹാക്കിയതായി കണ്ടു. അപ്പൊ ഫർക്കുണ്ട് എന്നാ. അപ്പോ എന്നിട്ട് പറയാ വഖദ് യുനല്ലറു ഫീഹി, ആ ഫർക്കില് നെലറുണ്ട് എന്ന് പറയാം. ഫർക്കില് നെലറുണ്ട്, കാരണം എന്താ, ബിഅന്നത്തഖീദഹുന ഔലാ മിൻഹു സമ്മ, അതുകൊണ്ട് കൈതാക്കാന്, അതായത് ഖലീല് കൊണ്ട് ഇവിടെ കൈതാക്കല് ഔലാ മിൻഹു, ആ കൈദിനേക്കാൾ ഔലയാണ് സമ്മ, അവിടെ കൈതാക്കുന്നതിനേക്കാൾ ഔല ഇവിടെയാണ്. അപ്പൊ അവിടെ കൈതാക്കിയാൽ ഇവിടെ ഏതായാലും കൈതാക്കണം, ഫർക്കാക്കല്ല വേണ്ടത്. കൈദില്ലാതെ അവിടെ കൈതുണ്ട്, യസീർ കൊണ്ട് ഇവിടെ യസീർ കൊണ്ട് കൈദില്ല എന്ന് പറയല്ല വേണ്ടത്. അതിനേക്കാൾ അവല ഇതാണ്. കാരണം എന്താ, ലിഅന്നഹു ലാ ഫിഅല മിൻഹു സമ്മ, അവിടെ ഇവനിൽ നിന്ന് ഫീലില്ല. അതായത് ഗാലിബായി വരുമ്പോഴേ അവിടെ ഗലബത്തിന്റെ അവിടെ അവന്റെ ഫീലൊന്നുമില്ലല്ലോ. ബിഖിലാഫിഹി ഹുന, ഇവിടെ തനഹനുഹ് ഖിറാഅത്ത് സാധിക്കാതെ ഓതാൻ പറ്റാത്തത് കൊണ്ട് ഇവൻ തനഹനുഹ് ആക്കുന്നതാ. അപ്പൊ ഇവിടെ ഫീലുണ്ടല്ലോ എന്നാ. ഫഇദാ ഖുയ്യിദ മാ ലാ ഇഖ്തിയാറ ലഹു ഫീഹി, അപ്പൊ ഒരു തനഹനുഹ് കൈതാക്കപ്പെട്ടാൽ, എങ്ങനത്തെ ഒരു തനഹനുഹ, ലഖ്തിയാറ ലഹു, അവന് ഖിയാറില്ല, ഫീഹി ആ ഒരു തനഹനുഹില്, അവിടെ കൈതാക്കപ്പെട്ടാൽ ഫ ഔല, അപ്പൊ കൈദ് കൊണ്ട് ഔലയാണ്. മാ ലഹു ഫീഹി ഇഖ്തിയാറുൻ, മാ ഒരു തനഹനുഹ് ഔലയാണ്, കൈദ് കൊണ്ട് ഔലയാണ്, ലഹു ഇവനുണ്ട്, ഫീഹി ആ ഒരു തനഹനുഹിലുണ്ട് ഇഖ്തിയാറുൻ, ഇഖ്തിയാറുണ്ട്. അങ്ങനത്തെ ഒന്ന് കൈദ് കൊണ്ട് ഔലയാണ്. വൈങ്കാന ഇന്നമാ ഫഅലഹു ലിളറൂറത്തി തവഖുഫിൽ വാജിബി അലൈഹിൽ ആൻ, വൈങ്കാന ഏതവസ്ഥയില്, ഇന്നമാ ഫഅലഹു ഇവന്, ഇന്നമാ ഫഅലഹു ആ തനഹനുഹിനെ ചെയ്തത് ലിളറൂറത്തി തവഖുഫിൽ വാജിബി അലൈഹി, കണ്ടോ, ഇവന്റെ മേലുള്ള ഒരു വാജിബ് അത് തവഖുഫാണ് എന്ന ലറൂറത്തിന് വേണ്ടി ചെയ്തതാണ്. എന്തിന്റെ മേൽ തവഖുഫായി ആ വാജിബ്? അലൈഹി ആ തനഹനുഹിന്റെ മേൽ തവഖുഫായി എന്ന ലറൂറത്തിന് വേണ്ടി ചെയ്തതാണ്. എപ്പ വാജിബാണ് ആ വാജിബ് എപ്പ തവഖുഫാണ്? അല്ല ഇപ്പൊ തവഖുഫാണ്, ഇപ്പൊ അതിനെ ആശ്രയിച്ചിട്ടുണ്ട്. അതായത് ഓതുക ഖിറാഅത്തുൽ ഫാത്തിഹ ആണല്ലോ, വാജിബായ ഖിറാഅത്താണ്.
അല്ലെ വാജിബായ അത്തഹിയാത്ത് പോലത്തെ ദിക്റാണ്. അപ്പൊ അത് ഇപ്പോ ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനെന്താക്കി, അതിപ്പോ തവക്കുഫായി എന്ന ലറൂറത്തുണ്ട്. അത് തനഹനുഹില്ലെങ്കിൽ കഴിയൂല എന്നുള്ള ലറൂറത്തുണ്ട്. അപ്പൊ ലറൂറത്ത് കൊണ്ടാണ് ചെയ്തതെങ്കിലും അവിടെ ഇഖ്തിയാർ ഉണ്ടല്ലോ എന്നുള്ളതാണ്. മറ്റോടത്തോ മറ്റോടത്ത് ആ ലറൂറ ഗാലിബായി വരിക എന്ന് പറഞ്ഞാൽ ഇവ മുൽത്തറല്ലേ, ആ മുൽത്തറുമാണ്, ഇഖ്തിയാറും ഇല്ല. അപ്പൊ അവിടെ കൈതുണ്ടെങ്കിൽ ഇവിടെ ഏതായാലും കൈതുണ്ടാകണം. പിന്നെ ഇത് ഗായത്തു ഹാദിഹിൽ ലറൂറത്തി. അപ്പൊ ഈ ലറൂറത്ത് പറഞ്ഞിട്ടാണ് ഫർക്ക് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവരെന്ത് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അത് പറയുന്നത്. ഈ ലറൂറത്തിന്റെ ഗായത്ത് എന്താണ്, അതിന്റെ പരമാവധി ലറൂറത്തിൽ ഗലബത്തി, അത് ഗലബത്തിന്റെ ലറൂറത്ത് പോലെ തന്നെയാണ്. അപ്പൊ ഗലബത്തിലും ലറൂറത്തുണ്ട്, ഇവിടെ തവക്കുഫുൽ ഖിറാഅത്തിലും ലറൂറത്തുണ്ട്. ഗലബത്തിൽ ഇഖ്തിയാറില്ല, ഇവിടെ ഇഖ്തിയാറുണ്ട്. അപ്പൊ ബൽ ഹാദിഹി അഖ്വാ എന്ന് മാത്രല്ല, ഈ ഗലബത്തിന്റെ ലറൂറത്ത് അഖ്വയാണ്. ഹാദിഹി എന്ന് പറഞ്ഞാൽ ആ ലറൂറത്ത്, ഗലബത്തിന്റെ ലറൂറത്ത് അഖ്വയാണ്. കാരണം എന്താ, ലിഅന്നഹു ലാ മഹീസ ലഹു അൻഹാ, ഇവന് മാർഗമില്ല, രക്ഷപ്പെടാൻ മാർഗമില്ല. ലാ മഹീസ, തെറ്റാൻ മാർഗമില്ല. ലഹു, ഇവന് അൻഹ, ആ ലറൂറത്തിനെ തൊട്ട് തെറ്റാൻ മാർഗമില്ല. അത് വേണ്ടാന്ന് വെക്കാൻ മാർഗമില്ല, കാരണം ഗാലിബായി വന്നതല്ലേ. തിൽക്ക, എന്നാല് ഈ തവക്കുഫിന്റെ ലറൂറത്തോ, ആ ലറൂറത്ത് എന്ന് പറഞ്ഞാല് തവക്കുഫിന്റെ ലറൂറത്ത്, ലഹു ഈ നിസ്കരിക്കുന്നവനുണ്ട്, അൻഹ ആ ലറൂറത്തിനെ തൊട്ട് മഹീസുൻ, തെറ്റാന് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. എങ്ങനെ രക്ഷപ്പെടുക, ബിസുക്കൂത്തി, ഇവ മിണ്ടാതെക്കുക. ഏതുവരെ, ഹെത്ത തസൂല, അത് മാറുന്നവരെ. കുറച്ചു സമയം കൊണ്ട് മിണ്ടാതെ നിന്ന് കഴിഞ്ഞാല് എന്താവും, ആ സാധിക്കുന്നില്ല, ഖിറാഅത്ത് സാധിക്കുന്നില്ല എന്ന അവസ്ഥ തനിയാണ്ട് മാറിക്കോളും. അത് അപ്പൊ പെട്ടെന്നുണ്ടായതല്ലേ. അപ്പൊ ആ ലറൂറത്ത് ഒഴിവാക്കാൻ മാർഗമുണ്ട്, ഈ ലറൂറത്ത് ഒഴിവാക്കാൻ മാർഗമില്ല. അപ്പൊ ഗലബത്തിന്റെ അവിടെ കൈതാക്കിയെങ്കിൽ ഇവിടെ ഏതായാലും കൈതാക്കണം തന്നെ. പിന്നെ ലി അജ്ലി തഅജ്ജുലിൽ ഖിറാഅത്തി വയുഅ്ദറു ഫി തനഹനുഹി ഫഖത്ത്, എന്നിട്ട് ആ യുഅ്ദറുനോട് ബന്ധിച്ചാണ്. ലി അജ്ലി തഅജ്ജുലിൽ ഖിറാഅത്തി, ഖിറാഅത്ത് തഅസ്സുർ ആയതിനു വേണ്ടി, അക്കാരണത്താൽ. പിന്നെ അപ്പൊ തഅസ്സുരിൽ ഖിറാഅത്തി എന്നാണ് മത്തിന്. അപ്പൊ അത് സങ്കല്പിച്ചാണ് ഇതിനു വേണ്ടി. പിന്നെ അൽ വാജിബത്ത്, ഖിറാഅത്ത് വാജിബാണ്, സൂറത്ത് ഓതാനല്ല, അഊദ് ഓതാനൊന്നുമല്ല, ഫാത്തിഹ ഓതാനാകണോ. ബിസ്മു മുതൽ വലല്ലാലീൻ വരെ. അവിദ്ദിക്രിൽ വാജിബ്, അല്ലേ വാജിബായ ദിക്ർ, തശഹുദ് സ്വലാത്തൊക്കെ പോലെ. ബിദൂനിഹി, ഇത് കൂടാതെ തഅസ്സുറായിപ്പോയി, ഏത് തനഹുനുഹ് ഇല്ലാതെ. അപ്പൊ അത് ഉദ്റ് ചെയ്യും എന്ന് പറയാൻ കാരണം എന്താ, ലറൂറത്തുള്ളത് കൊണ്ട്. ലദ്ദിക്രിൽ മന്ദൂബി, മന്ദൂബായ ദിക്ർ തഅസ്സുറായതിന് വേണ്ടി ഉദ്റില്ല, സുന്നത്തായത്. വലൽ ജഹരി ബിൽ വാജിബി, വാജിബായ ദിക്ർ അല്ലെ ഖിറാഅത്ത്, അതിനെ ജഹ്റാക്കാൻ കഴിയുന്നില്ല, ജഹ്ർ തഅസ്സുറായി, അതിനു വേണ്ടിയും ഉദ്റില്ല. അപ്പൊ ലദ്ദിക്രിൽ മന്ദൂബി എന്ന് പറഞ്ഞതും വലൽ ജഹരി എന്ന് പറഞ്ഞതും ഖിറാഅത്തിന്റെ മേൽ അത്ഫ. അപ്പോ അതിന്റെ തഅസ്സുറിന് വേണ്ടി ഉദ്റില്ല എന്നർത്ഥം. നിസ്കാരം ബാത്തിലാവും അപ്പൊ തനഹുനാക്കിയാല്. ബിൽ വാജിബി ഔ ഗൈരിഹി, വാജിബിന് ജഹ്റാക്കല്ലേ, വാജിബ് അല്ലാത്തതിനെ ജഹ്റാക്ക. ജഹറിന്റെ അവിടെ മുത്തലക്കാണ്. പിന്നെ ഇതാ തവക്കഫ, ആ ജഹ്റ് അല്ലെങ്കിൽ ആ ദിക്റും മന്ദൂബ് അത് തവക്കുഫായാൽ, അല്ല തനഹുനുഹി, തനഹുനുഹിന്റെ മേൽ തവക്കുഫായാൽ, ഫലാ യുഅ്ദറു ബിഹി, അപ്പൊ അക്കാരണം കൊണ്ട് ഇവന് ഉദ്റില്ല. ഫിൽ അസഹി ലിഅന്നഹു ലികൗനിഹി സുന്നത്തൻ, കാരണം ഈ പറഞ്ഞ സുന്നത്താണ്, ജഹറും സുന്നത്താണ്, മറ്റേ ദിക്റും മന്ദൂബും രണ്ടും സുന്നത്താണല്ലോ. ലാ ലറൂറത്ത ഇല ഇഹ്തിമാലി തനഹുനുഹി ലിഅജ്ലിഹി, അതിനു വേണ്ടി തനഹുനുഹിനെ എന്താണ് ഇഹ്തിമാൽ ചെയ്യുക, തഹമ്മുൽ ചെയ്യുക എന്നർത്ഥം. ഇഹ്തിമാൽ സഹിക്കുക, അതിലേക്ക് ലറൂറത്തില്ല എന്നാണ്. പിന്നെ അപ്പൊ ലറൂറത്തില്ലാത്തതുകൊണ്ട് ഉദ്റില്ല. ഇനി ബഹസൽ അസ്നവിയു, ഇമാം അസ്നവി റഹിമഹുല്ലാഹ് ബഹസ് ചെയ്ത് ഇസ്തിഹ്സാന അൽ ജഹരി ബി അദ്കാരിൽ ഇന്തിഖാലാത്തി, നേരത്തെ പറഞ്ഞ മന്ദൂബായ ദിക്ർ എന്ന് പറഞ്ഞില്ലേ, അതിനെ ജഹ്റാക്കുക എന്ന് പറഞ്ഞതിൽ നിന്ന് എന്താണ് ഇന്തിഖാലാത്തിന്റെ ദിക്റുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള ജഹറിനെ ഇസ്തിസ്ന ചെയ്തു. ആ ജഹറിൽ നിന്ന് ഇസ്തിസ്നയാണ്. അപ്പൊ ഇന്ദൽ ഹാജത്തില ഇസ്മായിൽ മൗമൂമീന, ആ ഇന്തിഖാലാത്തിന്റെ ദിക്റുകൾ മൗമൂമിങ്ങളെ കേൾപ്പിക്കൽ ആവശ്യമാകുന്ന സമയത്ത്, ആവശ്യമാകൽ എങ്ങനെ, ഐ ബിയാൻ തഅസ്സറത്തു മുതാബഅത്തുഹും ലഹു ഇല്ലാ ബിഹി, ആ മൗമൂമിങ്ങളുടെ മുതാബഅത്ത് തഅസ്സുറായി പോകും, ലഹു ഈ ഇമാമിനോട്, ഇല്ലാ ബിഹി പിന്നെ ആ എന്താണ് തനഹുനുഹ് ഇല്ലാതെ എന്നല്ലേ.
അതെ, തനഹനുഹ് ചെയ്തില്ലെങ്കിൽ, എന്നിട്ട് ചെയ്തിട്ട് ഉറക്കം അവരെ കേൾപ്പിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ എന്താവും? അപ്പൊ അസ്നവി ഇമാം പറഞ്ഞത് ഇസ്മായിൽ മൗമൂമിൻ അവിടെ തീർന്നു. അതിന്റെ ശേഷം എന്നുള്ളത് ഫസലാണ്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയാ ബിയൻ തഅസ്സറത്ത് മുതാബഅതുഹും. അപ്പൊ ഹാജത്ത് അങ്ങനെ അതിന്റെ ഒരു തസ്വീറാണ്. ഇതില്ലെങ്കിൽ അവരുടെ മുതാബഅത്ത് തഅസ്സുറായി പോകും. അപ്പൊ ഹാജത്തുണ്ട്. അപ്പം എന്ത് ചെയ്യാ? ജഹറാക്കാൻ വേണ്ടി തനഹനുഹ് ചെയ്യാം എന്നാ. പിന്നെ വല്ലൗജു, അപ്പൊ ഇമാമിനെ കാണുന്നു ഒന്നുമില്ല എന്നർത്ഥം. ഇവന്റെ ചലനങ്ങള് കണ്ടിട്ടൊന്നും ഇഹ്സാസ് കൊണ്ട് അറിയാൻ കഴിയുന്നില്ല, കേട്ടെങ്കിൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അപ്പൊ പള്ളീന്റെ മുകളിലൊക്കെ ആളുണ്ട്, അവർക്ക് എന്താണ് ഇവനിങ്ങനെ ഉറക്കാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാല് അറിയില്ലല്ലോ, തഅസ്സുറായി പോവും. അപ്പൊ എന്താക്ക? തനഹനുഹ് അതിന് കസീറുൽ കലാം വന്നാലും എന്താക്ക? പിന്നെ തനഹനുഹ് ചെയ്യാം ജഹറാക്കാൻ വേണ്ടി. വല്ലൗജഹു ഫി സായിമിൻ, ഇനി നോമ്പ് നോൽക്കുന്ന ആളില്, നോമ്പുള്ളവനാ, ഇവനില് ഔജഹ്, എന്താ ഇവനിൽ സംഭവിച്ചത്? നസലത്ത് നുഖാമത്തുൻ, ഒരു കഫം ഇറങ്ങി, തലേന്നിറങ്ങി, ലിഹദ്ദിൽ ലാഹിരി, ലാഹിറിന്റെ ഹദ്ദിലേക്ക്, മിൻഫമിഹി, ഇവന്റെ വായിൽ നിന്ന് ലാഹിറിന്റെ ഹദ്ദ് എന്ന് പറഞ്ഞാല് ഹായിന്റെ മഖ്റജല്ലേ, അങ്ങോട്ടിറങ്ങി. വഹിത്താജ ബി ഇഖ്റാജിഹാ ലിനഹ്വി ഹർഫൈനി. കണ്ടോ, ആ നുഖാമത്ത് പിന്നെ തുപ്പിക്കളയണമല്ലോ, ഇറക്കാൻ പറ്റൂല, ഇറക്കാൻ നിസ്കാരം ബാത്തിലാവും. അപ്പൊ ഇവന് തുപ്പിക്കളയാൻ വേണ്ടി, അതിനെ ഇഖ്റാജ് ചെയ്യാൻ വേണ്ടി ഇവന് ആവശ്യമാകും ലിനഹ്വി ഹർഫൈനി, 2 ഹർഫ് പോലത്തെ ആവശ്യമാകും. അതായത് യസീറുൽ കലാം ആവശ്യമാകും, ഖാ നന്നാക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് 2 അക്ഷരമായല്ലോ. ഇഗ്തിഫാറു ദാലിക, ഇവനിൽ ഔജഹ് ഇഗ്തിഫാറു ദാലിക, ആ 2 അക്ഷരം പോലത്തത് യസീറുൽ കലാം പൊറുക്കപ്പെടും എന്നാണ് ഔജഹ്. കാരണം എന്താ? ലിഅന്ന ഖലീലുൽ കലാമി യുഗ്തഫറു ഫീഹ, ഖലീലുൽ കലാം മൊത്തത്തില് നിസ്കാരത്തില് മഗ്ഫിറത്തുള്ളതാണ്, പൊറുക്കുന്നതാണ്. ലിഅഅ്ദാരി, ഇങ്ങനെ പല ഉദുറുകൾ കാരണം. ഇപ്പൊ നമ്മൾ കുറെ ഉദുർ പറഞ്ഞല്ലോ. ലാ യുഗ്തഫറു ഫീ നളീരിഹ, അതിന്റെ നെളീറിൽ എന്താണ് പൊറുക്കപ്പെടൂല. നുസൂലുൽ മുഫ്തിരി ലിൽ ജൗഫി, പിന്നെ മുഫ്തിർ ഇറങ്ങിപ്പോവുക, അതായത് നുഖാമത്ത് ഇറങ്ങിപ്പോവുക, ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവുക എന്നുള്ളത് എന്തില്ല? ഫി നെളീരിഹ എന്നാണ്. ഏത്? ഈ പറഞ്ഞ അഴുതാറുകളുടെ നെളീറിൽ പൊറുക്കപ്പെടൂല എന്ന, തീരെ പൊറുക്കപ്പെടൂല എന്നല്ല. ഇപ്പൊ നോമ്പ് മറന്നിട്ട് ഇറങ്ങിപ്പോയാലോ, സായിമാണെന്ന് അറിയില്ല, അവനങ്ങ് ഇറക്കി, കുഴപ്പമില്ലല്ലോ. സായിമാണെന്നുള്ള ഓർമ്മയില്ലാതെ ഇറക്കിയ കുഴപ്പമില്ല. അപ്പോ അതാ പറഞ്ഞ ഈ പറഞ്ഞ ഉദുറുകളുടെ എല്ലാ ഉദുറുകൾക്കും എന്താണ് പൊറുക്കൂല. അപ്പോ ഈ കലാമ് പൊറുക്കാം, അല്ല ഈ ഇറക്കൽ പൊറുക്കാൻ പറ്റൂല, ഈ കലാമ് ഹർഫൈന് പോലത്തെ പൊറുക്കും എന്നതാണ് ഔജഹു. ഒബിഹിയത്തജിഹു അന്നഹു ലാ ഫർഖ ബൈനൽ ഫർളി വന്നഫിലി. ഒബിഹി എന്ന് പറഞ്ഞാല് ഈ ഇല്ലത്ത് അല്ലെ, അന്ന ഖലീലൽ കലാമി എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ന്യായമാകും അന്നഹു ലാ ഫർഖ ബൈനൽ ഫർളി വന്നഫിലി. ഈ പറഞ്ഞതില് സുന്നത്ത് നോമ്പാണെങ്കിലും, അല്ല സുന്നത്ത് നിസ്കാരാണെങ്കിലും ഫർള് നിസ്കാരാണെങ്കിലും രണ്ടിലും ഫർക്കില്ല. അതുപോലെ സുന്നത്ത് നോമ്പാണെങ്കിലും ഫർള് നോമ്പാണെങ്കിലും ഫർക്കില്ല. എല്ലായിടത്തും മുഫത്തിറാത്തും മുബത്തിലാത്തും ഒന്നല്ലേ. ബൽ യജിബു ഫിൽ ഫർളി എന്നല്ല, ഫർള് നിസ്കാരാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ ബൈനൽ ഫർളി വന്നഫിലി എന്ന് പറഞ്ഞത് ഫർള് നിസ്കാരം സുന്നത്ത് നിസ്കാരം. കാരണം ഫർള് നിസ്കാരത്തിൽ ഇത് നിർബന്ധമാണ്. ഏത്? ആ 2 ഹർഫ് പോലത്തത് നിർബന്ധമാണ്. ഇഗ്തിഫാറു ദാലിക എന്ന് പറഞ്ഞാൽ അദാലിക്ക നിർബന്ധമാണ്. പിന്നെ അത് ഫർള് നിസ്കാരത്തിന് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ഇറങ്ങിയാൽ എന്തായി പോവും? നിസ്കാരം കത്താകുമല്ലോ. ഫർള് നിസ്കാരം കത്ത് ചെയ്യാൻ പാടില്ലല്ലോ. സുന്നത്ത് നിസ്കാരം കത്ത് ചെയ്യുന്നതിന് ജായിസുമാണ്. വലാ ബൈനൽ അസ്സായിമി വൽ മുഫ്തിരി എന്ന പോലെ എന്തിന്റെ ഇടയിലും വർക്കില്ല. നോമ്പുകാരനാകുക മുഫ്തിറാകുക എന്നതിന്റെ ഇടയിലും വർക്കില്ല. നോമ്പുകാരന് ആകണമെന്നുണ്ടോ? ഇവിടെ നിസ്കാരം ബാത്തിലാവൂലേ? അപ്പൊ ഫീ സായിമിൻ എന്ന് പറഞ്ഞ അയിമത്ത് പറഞ്ഞ സായിമാകണമെന്നില്ല. സായിമല്ലാത്തവൻ തന്നെ സാധാരണ നിസ്കരിക്കുന്ന നോമ്പൊന്നുമില്ല. എന്നാലും എന്താണ് ഹദ്ദുല്ലാഹിറിലേക്ക് നുഖാമത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ അല്ലെങ്കിൽ നെഞ്ചത്തുനിന്ന് കയറി വന്നിട്ടുണ്ട്. അപ്പൊ അത് പുറത്ത് തുപ്പേണ്ടതാണ്. അപ്പൊ അതിന് ഖാന്നാക്കേണ്ടി വരും. 2 അക്ഷരം അതുപോലത്തതോ വരും. അപ്പൊ അത് പൊറുക്കും എന്നാണ്. ഹദറമിൻ ബുത്തലാനി സലാത്തി ഉണ്ടോ? നിസ്കാരം ബാത്തിലാകും എന്ന് പേടിച്ചിട്ട്. നോമ്പ് ബാത്തിലാകുന്ന മസല മാത്രമല്ലല്ലോ. ബിനുസൂലിഹ ലി ജൗഫിഹി, എന്തുകൊണ്ട്? ബിനുസൂലിഹ നുഖാമത്ത് ഇറങ്ങൽ കൊണ്ട് നിസ്കാരം ബാത്തിലാകും. ലി ജൗഫിഹി, അവന്റെ ജൗഫിലേക്ക് ഇറങ്ങിയാൽ.
ഇത് പേടിച്ചിട്ട് ഇനി വലോ ഉക്രിഹാല നഹ്വിൽ കലാമി, ഇക്രാഹായിട്ട് കലാം ഉണ്ടായാലോ, ഇക്രാഹിൽ പറയണം എന്ന്. വലോ ഹർഫൈന് ഫഖത്ത്, അത് രണ്ടക്ഷരം മാത്രമാണെങ്കിലും ഫീഹ നിസ്കാരത്തിൽ വെച്ചിട്ട് പറയണം എന്നാണ് ഇക്രാഹ്. ബത്തലത്ത് എന്ന നിസ്കാരം ബാത്തിലാകും ഫില്ലഹരി, ഇക്രാഹ് കൊണ്ട് ഒഴിവാവില്ല. കാരണം എന്തായാലും ഈ നുദ്രത്തിഹി, ഈ കലാമിന്റെ മേലുള്ള ഇക്രാഹിന് ആദിറാണ്. അതുകൊണ്ട് ഫക്കാന കൽ ഇക്രാഹി അല ആദിമി റുക്കിനിൻ ഔ ഷർത്തിൻ, അപ്പൊ ഒരു റുക്കിനോ ഷർത്തോ ചെയ്യരുത് എന്ന ഇക്രാഹ് പോലെയായി. നിസ്കാരത്തിന്റെ ഒരു റുക്കിന് ചെയ്യരുത് അല്ലെങ്കിൽ ഷർത്ത് ചെയ്യരുത് എന്നതിന്റെ മേൽ ഇക്രാഹ് ചെയ്തു. എന്നിട്ട് ഇവൻ അതില്ലാതെ നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിച്ച നിസ്കാരം ചെയ്യാവോ? ഇല്ല. ആ ഇക്രാഹിനെ ദഫ് ചെയ്തിട്ട് താമല് ചെയ്തിട്ട് നിസ്കരിക്കണം എന്നർത്ഥം. വലൈസലഹു ഗസ്ബുസ്സുത്രത്തി ലിഅന്നഹു ഗൈറു നാദിരിൻ വഫീഹി ഗറദുൻ വലൈസ മിൻഹു, ഇതില് പെട്ടതല്ല. വലൈസ മിൻഹു എന്ന് പറഞ്ഞാല് നിസ്കാരം ബാത്തിലാകുന്നതിൽ പെട്ടതല്ല. ഗസ്ബുസ്സുത്രത്തി, സൂത്രത്തിനെ ഗസ്ബ് ചെയ്ത് കൊണ്ടുപോയി. അതായത് ഇവൻ എന്ത് ചെയ്യുക, ഔറത്ത് മറച്ച് നിസ്കരിക്കുക. അപ്പൊ ഒരുത്തം വന്നിട്ട് ബലത്തെ ഇവന്റെ എന്താണ് സാത്തിറുള്ള ഔറത്ത് ഉരിഞ്ഞം കൊണ്ടുപോയി. എന്നാലോ അതാ ഗസ്ബ് എന്ന് പറഞ്ഞാൽ ബലത്തോടെ എടുക്കുക എന്നുള്ളതല്ലേ. അപ്പോ കയ്യൂ കൊണ്ട് എടുക്കുക എന്നാ. അപ്പൊ ബലത്തെ പിടിച്ച് വസ്ത്രാഴ്ചം കൊണ്ടുപോയി, നമസ്കാരം പാത്തിലാവോ? ഇല്ല. അങ്ങനെ അന്നഹു വൈറു നാദിരിൻ, അത് നാദിറല്ല, അത് ചിലപ്പോ സംഭവിക്കാം. വഫീഹി ഗറലുൻ, അതിനും പുറമെ അതിൽ ആർക്കൊരു ഗറലുണ്ട്, ഈ ഗാസിബിന് ഗറലുണ്ട്. ഇവൻ നല്ല വിലപിടിപ്പുള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് ഉരിഞ്ഞുകൊണ്ടുപോയി വിൽക്കാലോ അല്ലേ. വാഷ് ചെയ്യുന്ന പഴയ വസ്ത്രങ്ങൾ വാഷ് ചെയ്ത് വിൽക്കുന്ന കോലാണെന്നുണ്ടെങ്കിൽ പുതിയ വസ്ത്രത്തിന്റെ വിലയും കിട്ടും. അപ്പൊ അവന് കുറവുണ്ട്, അപ്പൊ അവനത് ചെയ്യാൻ സാധ്യത കൂടുതലാണെന്ന് അർത്ഥം. കലാമിന്റെ മേൽ ഇക്രാഹ് ചെയ്തത് കൊണ്ട് അവനെന്തോ കിട്ടുമോ, നേട്ടമുണ്ടോ? ഇല്ല. ഇനി വലൗ നതഖ ബിനദ്മിൽ ഖുർആൻ എന്ന്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലൈഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.